നന്ദി. എൻ്റെ വലിയ കൊച്ചു പോയി വിളിച്ചതാണ്. ആയിരുന്നു റീന ഉദ്രായൻ എന്നാണ് ചേച്ചിയുടെ പേര്. ഉള്ളൂർ സ്വദേശിനിയാണ് ചേച്ചി. അടുത്തത് ഇത് നമ്മുടെ ഐക്കുട്ടി പാടത്തെ സാവത്രമ്മയുടെ വീടിന്റെ യഥാർത്ഥ ഉടമയാണ് ഇരിക്കുന്നത്. വിജയകുമാർ ചേച്ചിയുടെ വീട്ടിലാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. കൊല്ലത്തൊക്കെ ഉണ്ട് ഈ സിനിമയിൽ. അങ്ങനെ കൊല്ലത്തൊക്കെ ഉണ്ടെന്ന് വേഷം ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷം തോന്നും. അടുത്തത് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ സരോജ ചേച്ചിയാണ്. അഞ്ചിലമ്മ സഞ്ചയനത്തിലും പെണ്ണമ്പൻ കല്യാണത്തിലും ഒക്കെ ഷോർട്ട് ഫിലിം സമയത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സരോജയ്ക്ക് ഒരുപാട് സിനിമകളിൽ അദ്ദേഹത്തിന് സ്റ്റാറായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷം. അടുത്തത് ദീപു നാവായിട്ട് നിങ്ങൾക്ക് ഇതായിട്ട് അറിയാം. നമ്മുടെ വികസന സംഘടനത്തില് പ്രശ്നമായിട്ട് അമ്മച്ചിക്ക് ഒരുപാട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ. അപ്പോൾ ദീപു നാവായിട്ട് നേരെ സന്തോഷത്തോടെ ജീവിതത്തിൽ നമുക്ക് കൊടുക്കുന്നു. പിന്നീട് കാശിക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പെയിന്റടിക്കാരൻ അനിയാണ്. അദ്ദേഹം നിലമ്പൂർ MBD ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൂടെയായിരുന്നു. ഞാൻ ആദ്യം ഈ തിരക്കഥ അദ്ദേഹത്തിന്റെ WPTS പ്രൊഡക്ഷന് വേണ്ടിയിട്ട് വായിച്ച് കേൾപ്പിക്കുന്നത് ഇദ്ദേഹത്തോടാണ്. അങ്ങനെ എനിക്ക് കുടുംബത്തേക്ക് വായിച്ചിരുന്ന ആളാണ്. അപ്പം ഏറെ സന്തോഷം. പ്രസന്ന ചേച്ചി, അതിനകത്ത് നമ്മുടെ അസീസ് നെടുമങ്ങാട് അവതരിപ്പിച്ച മുരളിയുടെ അമ്മ കഥാപാത്രമായിട്ടാണ് ഞങ്ങൾ കണ്ടിരുന്നത്. മോനോട് 2 മണിക്ക് അടങ്ങുന്ന തീരുമാനിച്ചിട്ട് പിന്നെ എത്ര മാറ്റി എന്നൊക്കെ ചോദിക്കുന്ന ആള് പ്രസന്ന ചേച്ചിയുടെ മകനാണ് ഈ അജിത് കുമാർ. അപ്പൊ അമ്മയും മോനും ഒരേ വേദിയിൽ മുന്നിൽ കയറ്റി വാങ്ങിയാണ്. വളരെ സന്തോഷം. ഇതിൽ സംസാരിക്കുന്ന വേണ്ടി 2 വാക്ക്. ഒരുപാട് സന്തോഷം. ബിസിനസ് ബന്ധുമിത്രാകുന്ന സിനിമയിലെ അഭിനയിക്കാൻ അവസരം തന്ന പ്രിയപ്പെട്ട ഡയറക്ടർ വിപിൻ ചേട്ടൻ, അതുപോലെ അതിന്റെ പ്രൊഡ്യൂസർ നമ്മുടെ വിപിൻ ചേട്ടൻ, വിപിൻ ദാസ്, അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു. പിന്നെ അതിനകത്തുണ്ടായിരുന്ന ഫുൾ ടീമിനോടും ഉള്ള നന്ദി ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. പിന്നെ സിനിമ തിയേറ്ററിൽ പോയി കണ്ട് വിജയിപ്പിച്ച നാട്ടുകാർക്കും എല്ലാവർക്കും ഉള്ള നന്ദി ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. ഞാൻ ശരിക്കും മിമിക്രി ആർട്ടിസ്റ്റാണ്. മിമിക്രിയിൽ നിന്നാണ് വന്നത്. ഇവിടേക്ക് ഞാൻ പ്രോഗ്രാമിന് വന്നിട്ടുണ്ട്. ലക്ഷ്യം സിനിമ തന്നെയാണ്. ആ ഒരു സിനിമയിൽ എനിക്ക് അവസരം തന്ന എല്ലാവരോടും നന്ദി അവസരത്തിൽ അറിയിക്കുന്നു. പിന്നെ ജീവൻ ചെറുതകനും അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മുന്നോട്ട് മേടിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം. ഞാൻ ഒരു ചെറിയ ഒരു ഐറ്റം ചെയ്യാം, ഒരു മിമിക്രി ചെയ്യാം. സ്റ്റേജ് കണ്ടു കഴിഞ്ഞാലും മൈക്ക് കണ്ടു കഴിഞ്ഞാലും ഒരു ഐറ്റം ചെയ്യാൻ തോന്നും. അപ്പോൾ എന്തായാലും ഞാൻ കൂടുതൽ ചെയ്തിട്ടുള്ളത് സുരാജ് വിഞ്ഞാറമൂടിന്റെ വോയിസാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു വോയിസ് ചെയ്തു. ചട്ടമ്പിനാടിലെ വിഷമൂലം ആ ഒരു ക്യാരക്ടർ. എന്നിട്ട് പഞ്ചായത്ത് കൊണ്ടുപോയി 2 റൗണ്ട് ഓടി പോണം. ഓടി വന്നാൽ മല്ലെങ്കിൽ വിഷമൂലം ഡാമോ എന്ന് പറഞ്ഞു കാണും. അത് കേട്ടത് കൊണ്ട് തന്നെ ഞെട്ടി കാണും. മാക്കൊന്നും പറയണ്ട. അപ്പോ ആദ്യമായി എല്ലാവരോടും നന്ദി പറയുന്നു. ഈ ഒരു സിനിമ നമ്മുടെ വലിയ സ്ക്രീനിലോട്ട് കൊണ്ടെത്തിക്കുന്നതിന് ആദ്യം കഥ കേട്ട ആള് ഞാനാണ്. അപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എന്നോട് പറഞ്ഞതിനെക്കാട്ടി വളരെ മനോഹരമായിട്ടാണ് ഈ സിനിമ പൂർണ്ണമായി ചിത്രീകരിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു സംരംഭം കൊണ്ടുവരാൻ സഹായിച്ചതിന് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. താങ്ക്സ്. താങ്ക് യു വെരി മച്ച്. ഒരാൾ കൂടി കൊടുത്തിട്ടുണ്ട്. ഒരു നല്ല സിനിമ യാഥാർത്ഥ്യമാകണമെങ്കിൽ നല്ല ഒരു നിർമ്മാതാവുണ്ടാകും. അങ്ങനെ നമ്മുടെ വിപിന്റെ കഥയെ, വിപിന്റെ സംവിധാനത്തെ വിശ്വസിച്ച ഒരു നിർമ്മാതാവുണ്ട്, ശ്രീ വിപിൻ ദാസ്. മുത്തുഗൗ, അന്താക്ഷരി, ജയ 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 ഹേ, ഗുരുവായൂർ അമ്പലനടയിൽ എന്നീ ചിത്രങ്ങളുടെ സംവിധായകൻ. വാഴ എന്ന സിനിമയുടെ നിർമ്മാതാവും തിരക്കഥാകൃത്ത്. വാഴ 2ാം ഭാഗത്തിന്റെ ഷൂട്ടിങ്ങിന്റെ ആവശ്യങ്ങൾക്കായി അദ്ദേഹം ഇപ്പോൾ വിദേശത്താണ്. അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി ശ്രീമതി
ശ്രദ്ധേയായ കലാകാരൻ. തിരുവനന്തപുരത്തെ വഴുതക്കാട്ടിൽ പ്രവർത്തിക്കുന്ന AJS ആക്ടർ എന്ന ബ്യൂട്ടീഷ്യന്റെ ഉടമ വ്യസന സമേതം ബന്ധുമിത്രാദികളിലെ അങ്ങേയറ്റം ഒറിജിനലായി തോന്നിയ കോസ്റ്റ്യൂം തയ്യാറാക്കിയ അശ്വതിയെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ ഒട്ടും എന്താ പറയുക സംസാരിക്കാൻ അറിയുന്ന ഒരാളല്ല സ്റ്റേജിൽ. പക്ഷേ ഇത്തരം ഒരു സിനിമയ്ക്ക് ഒരു നിർമ്മാതാവിനെ മറന്നു പോകാൻ സംസാരിച്ചപ്പോൾ വിട്ടുപോയാൽ അവിടെ ഇരുന്ന് ഞാൻ പലതും പ്ലാൻ ചെയ്ത് വിപിനെ മെൻഷൻ ചെയ്യണം, അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിന് അതൊരു മറവിയാണ്, അത് മറക്കാൻ പാടില്ല. അപ്പോൾ വിപിനെ പ്രത്യേകം അന്വേഷിച്ചെന്ന് പറയുക. അപ്പോൾ നിങ്ങൾ ഈ സിനിമ ചെയ്തതിലുള്ള സന്തോഷം ഒന്നും കൂടെ അറിയിക്കുന്നു. നമ്മൾ തോന്നികൾക്ക് വേണ്ടി ഈ സിനിമയ്ക്ക് പണം മുടങ്ങിയ, എൻ്റെ തിരക്കഥയിൽ വിശ്വസിച്ച് പണം മുടങ്ങിയ നിർമ്മാതാവ്, അദ്ദേഹത്തിനുള്ള സന്തോഷ സമേതം ബന്ധുമിത്രാദികളുടെ സ്നേഹോപഹാരം അദ്ദേഹം സ്ഥലത്തില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പങ്കാളി അശ്വതി ചേരുമാനെ ക്ഷണിക്കുകയാണ്. അശ്വതി ഈ ചിത്രത്തിന്റെ കോസ്റ്റ്യൂം ഡിസൈനർ കൂടിയാണ്. അപ്പൊ കോസ്റ്റ്യൂം ഡിസൈനർ എന്ന നിലയിലുള്ള അശ്വതിക്കുള്ള മകളുടെ കൂടിയുണ്ട്. ജോബി സാറ് കൊടുക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. ഒരു 2 മിനിറ്റ് കൊടുക്കണം. ഈ സിനിമയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു 4 പേര് അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവരെ കൂടി വിളിക്കുകയാണ്. ഒന്ന് ഇതിന്റെ ഛായാഗ്രാഹകൻ അപ്പു. അപ്പുവിന്റെ ശരിക്കുള്ള പേര് റഹീം അബൂബക്കർ എന്നാണ്. അദ്ദേഹം തൃശ്ശൂർ ചേലക്കര സ്വദേശിയാണ്. അപ്പുവിന്റെ ആദ്യ സിനിമ, റഹീം അബൂബക്കറിന്റെ ആദ്യ സിനിമയാണ് വ്യസന സമേതം ബന്ധുമിത്രാദികൾ. അപ്പൊ അത് ഞാൻ കണ്ടതിനേക്കാൾ അതിമനോഹരമായിട്ട് അപ്പൊ എനിക്ക് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് വേണ്ടി അത് ഷൂട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇതിന്റെ ചലച്ചിത്ര സമയത്ത് നമ്മുടെ എഡിറ്ററായിട്ടുള്ള ജോബുട്ടി ചേട്ടൻ, മലയാള സിനിമയിലെ വളരെ സീനിയറായിട്ടുള്ള എഡിറ്ററാണ് ജോബുട്ടി ചേട്ടൻ. നമ്മുടെ വ്യസന സമയത്തിലൂടെ 50 സിനിമകൾ അദ്ദേഹം എഡിറ്റിംഗ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. 7 Day Memories, കുഴിമുറികൾ, എന്നിങ്ങനെയുള്ള വലിയ സിനിമകളുടെ എഡിറ്റർ കൂടിയാണ് ജോബുട്ടി ചേട്ടൻ. അതുകൊണ്ട് തന്നെ ആർട്ട് ഡയറക്ടർ നമ്മുടെ ബാബു പിള്ള, നമ്മുടെ സാവിത്രിയുടെ തോളിലെ മുടക്കുകളായിട്ട് നേരം അവരുടെ പരിസരമൊക്കെ സെറ്റ് ചെയ്യുന്ന ഇദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെ സുധീരന്റെ ഞങ്ങൾ മാർക്കും സിനിമ ഉണ്ടാവും. അതിനെ വലിയിടുന്ന കയ്യും കാലും കളിയൊക്കെ ഉണ്ടാക്കിയ ഡീലക്ഷനാണ്. അങ്ങനെ ഒരു ക്രൂരമാണ് നമ്മുടെ ഈ സിനിമയിൽ. പിന്നീട് മല്ലിക സുൽത്താൻ അവരുടെ ഡെഡ് ബോഡിയൊക്കെ നമ്മളത് ഒറിജിനൽ ആയിരുന്നില്ല. അപ്പൊ അതിന് പിന്നിലൊക്കെ ഉണ്ടായിരുന്നത് സുധിയാണ്. ഏറെ സന്തോഷത്തോടെ ഇവർക്ക് മുന്നോട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ജീവ സാറിനെ ക്ഷണിച്ചു. ഇത് ബാബു പിള്ള. ഇത് നേരിങ്ങനെ നമ്മുടെ സ്വദേശിയാണ് സംസാരിക്കുന്നത്. അടുത്തത് സുധീന്ദ്രൻ ചമ്മയം മേക്കപ്പ്, വ്യസന സമേതം ബന്ധുമിത്രാദികളുടെ. റഹീം അബൂബക്കർ, നമ്മുടെ സിനിമയുടെ കണ്ണായിരുന്ന റഹീം അബൂബക്കർ. മലയാള സിനിമയിൽ അദ്ദേഹത്തിന്റെ ആദ്യ ചുവടുവയ്പ്പാണ്. ഒട്ടനവധി സിനിമകളുടെ ചീഫ് ക്യാമറ അസോസിയേറ്റായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ടീമിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള വ്യക്തി, പ്രായമുണ്ട്, പ്രത്യേകം പറയണം, ജോബുട്ടി ചേട്ടൻ. എന്തെങ്കിലും 2 വാക്ക് സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുറേ സിനിമകൾ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ജീവിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുടെ സിനിമ എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴാണ്. ഞാൻ ഓരോ ഭാഗം എഡിറ്റ് ചെയ്യുമ്പോൾ ഒരാളെ ചുരുക്കാണ് ഇത് ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ഇന്ന ആളാണ്. അതുകൊണ്ട് ആരും പേടിക്കേണ്ട. തോന്നക്കലിൽ നിന്ന് ഒരാൾ പോലും പുറത്തു പോയിട്ടില്ല. എല്ലാവരും അതിനകത്ത് തന്നെയുണ്ട്. എല്ലാവരും എനിക്കറിയാം. ഇതിനകത്ത് ആരൊക്കെ ഉണ്ട് എന്നുള്ളതെല്ലാം ഓരോരുത്തരുടെ പേര് ഉൾപ്പെടെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്ന ആളാണ്, ഇന്ന ആളാണ്, ഇന്ന ആളാണ്. അതുകൊണ്ട് ഇങ്ങനെ സിനിമയുടെ ഭാഗമായതിന് വളരെയധികം സന്തോഷം. നന്ദി. നമസ്കാരം. പറഞ്ഞ പോലെ മാർക്കോ ക്രൂരനായ മേഘമേനല്ല, പാവോട്. JJK എൻ്റെ ഫസ്റ്റ് മൂവി. JJK, ഫാലിമി, ഗുരുവായൂരമ്പലടയിൽ, വാഴ, അതിൻ്റെ കൂടെ മാർക്കോയും.
അപ്പോൾ എന്തായാലും വളരെ സന്തോഷം ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനും. ബിബിൻ ചേട്ടൻ, ബിബിൻദാസ് സാറിൻ്റെ എല്ലാ ബിബിൻ ചേട്ടൻ്റെ എല്ലാ വർക്കും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. എൻ്റെ കൂടെ ബിബിൻ ചേട്ടൻ്റെ ഈ ഷൂട്ടും എനിക്ക് ചെയ്യാൻ പറ്റി. വളരെ സന്തോഷം. എല്ലാവരും കാണാനും ഇവിടെ വരാനും പറ്റിയ സന്തോഷം. വാഴ 2 ഷൂട്ട് നടക്കുകയായിരുന്നു, അവിടെ നിന്നാണ് ഇവിടെ എത്തിയത്. എന്താണ്, താങ്ക് യു സോ മച്ച്. നമ്മുടെ വളരെയധികം സിനിമയിൽ ഒരു വേഷം ചെയ്തതാണ്, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് കട്ടായി പോയി. ഒന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാം. ഒന്ന് ഫോട്ടോയ്ക്ക് ഓക്കെ ആണല്ലോ. ഈ സിനിമ തിയേറ്ററിലിരുന്ന് കണ്ടു കഴിഞ്ഞ് വളരെ കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം ഉണ്ടായൊരു ബന്ധമാണ് ഈ സിനിമയോടും ഈ സിനിമയോടുള്ള ബന്ധം എന്ന് പറയുന്നതായിട്ടും ശരി. സിനിമ കണ്ടു കഴിഞ്ഞ് വളരെ കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ അതിൻ്റെ സംവിധായകനോട് സംസാരിച്ചു. കുറച്ച് അതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ള കുറച്ച് പേരോടൊക്കെ സംസാരിച്ചു. അതൊരു എന്താ പറയുക, അത്രമേൽ ആ സിനിമ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് കൊണ്ടും ആ സിനിമയ്ക്കൊപ്പം നിൽക്കണമെന്നൊക്കെ തോന്നിയത് കൊണ്ടാണ്. ഞാൻ വിചാരിക്കുന്നത് ഞാൻ എന്തിന് ഇവിടെ വരണം, സന്തോഷമുണ്ട് ഇത്രയും നിങ്ങളെയൊക്കെ കാണാൻ പറ്റുന്നതിലൊക്കെ. അതിൻ്റെയൊക്കെ അപ്പുറത്ത് ഇങ്ങനെ ഒരു പരിപാടി നടന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൽ എൻ്റെ പേരൂടെ ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഒരു സാംസ്കാരിക പ്രവർത്തനമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് ഇപ്പോൾ അതിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട എൻ്റെ പേരും കൂടെ പറയുന്നെങ്കിൽ പറയട്ടെ. അതിനുള്ള ഒരു സന്തോഷമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഇപ്പോൾ മധുപാൽ സാറ് പറഞ്ഞല്ലോ, നമ്മൾ ചെയ്ത സിനിമകളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇപ്പോൾ എൻ്റെ അടുത്ത് മാധ്യമപ്രവർത്തകരും അല്ലാതെയുള്ള മനുഷ്യരൊക്കെ ചോദിക്കാറുണ്ട്, കാതലിനെ പോലെ ഒരു ക്ലൈമാക്സ് എന്ന് കേരളത്തിലുണ്ടാവുമെന്ന്, അല്ലേ? ഏതായാലും ബിസിനസ് ബന്ധുമിത്രാദികളെ പോലെ ഒരു ക്ലൈമാക്സ് ഉണ്ടാകുന്ന കാലത്ത് കാതലിലെ ക്ലൈമാക്സും ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് ബിബിനോടുള്ള സ്നേഹം, ആ സിനിമയോടുള്ള സ്നേഹം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ വളരെ ശക്തമായ, വളരെ എന്താ പറയുക, നമ്മളെല്ലാവരെയും ഒരിക്കലും നടക്കത്തില്ലെന്നുള്ള കാര്യം ബിബിൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് നിരന്തരം നമ്മുടെ സിനിമകളെ കത്തിവെച്ചുകൊണ്ടിരിക്കുന്ന സെൻസർ ബോർഡിനെയൊക്കെ ഒന്നാന്തരമായിട്ട് പറ്റിച്ചിട്ടുണ്ട്. ഒന്നും മനസ്സിലായിട്ടില്ല. ഇവിടെ ഒരു മതത്തിനെ എടുത്ത് ട്രോളി അവർക്ക് ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല. ഇത് തന്നെയാണ് ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത്, ഇത് തന്നെയാണ് കലാപ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഞാൻ വന്ന് സംസാരിച്ചിരുന്നു എന്നുള്ളത് എൻ്റെ അഭിമാനവും എൻ്റെ അഹങ്കാരവും എൻ്റെ സന്തോഷവുമാണ്. അത്ര പറഞ്ഞാൽ മതിയല്ലോ. സന്തോഷം. ഇനി എനിക്ക് തോന്നുന്നത് ഇനിയുള്ള സിനിമകളൊക്കെ ആദ്യം സിനിമ ചെയ്തതിനേക്കാളും ബുദ്ധിമുട്ട് ആയിരിക്കും. നമ്മളൊക്കെ അത് തന്നെ നേരിടുന്നുണ്ട്. ഓരോ സിനിമകൾ കഴിയും തോറും അടുത്ത സിനിമ സാധാരണ ഉണ്ടാക്കാൻ എളുപ്പമായിട്ടാണ് വരിക. പക്ഷെ ബിബിന് ഉറപ്പായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. ധൈര്യപൂർവ്വം നേരിടുക. നിങ്ങളുടെ സിനിമകൾ ഇനിയും കാണാൻ വേണ്ടി നമ്മളൊക്കെ എല്ലാവരും, കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ കാത്തിരിക്കുകയാണ്. നല്ല സിനിമകൾ സംഭവിക്കട്ടെ. എല്ലാവർക്കും നന്ദി. ഈ ഒരു ദിവസം ഞാൻ എൻ്റെ ഓർമ്മയിൽ പ്രത്യേകമായിട്ട് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. വീണ്ടും കാണാം. പരിചയപ്പെടുത്തേണ്ടതില്ല എന്ന് കരുതുന്നു. ഇതാണ് മാവൂരില ഗിരിജമാണ്. എൻ്റെ വല്യക്കച്ചി പോയി വിളിച്ചതാണ്. ആയിരുന്നു റീന ഉദ്രായണി എന്നാണ് ചേച്ചിയുടെ പേര്. ഉള്ളൂർ സ്വദേശിനിയാണ്. അടുത്തത് ഇത് നമ്മുടെ ഹൈക്കോടതി മേളത്തെ സാവത്രമ്മയുടെ വീടിന്റെ യഥാർത്ഥ ഉടമയാണ് ഇരിക്കുന്നത്. വിജയകുമാർ ചേച്ചിയുടെ വീട്ടിലാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. കൊല്ലത്തൊക്കെ ഉണ്ട്. ഈ സിനിമയിൽ അങ്ങനെ കൊല്ലത്തൊക്കെ ഉണ്ടെന്ന് റേഷ്യോ ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷം തോന്നും. അടുത്തത് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ സരോജൻ ചേച്ചിയാണ്. അഞ്ചിന്റെ സഞ്ചയനത്തിലും പെണ്ണമ്പൻ കല്യാണത്തിലും ഒക്കെ ഷോർട്ട് ഫിലിം സമയത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സരോജയ്ക്ക് ഒരുപാട് സിനിമകളിൽ അദ്ദേഹത്തിന് സ്റ്റാറായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷം. അടുത്തത് ദീപു നാവായിട്ടുള്ള, നിങ്ങൾക്ക് ഇതായിട്ട് അറിയാം, നമ്മുടെ ബിസിനസ് സമൂഹത്തിൽ പ്രശ്നമായിട്ട് അമ്മച്ചിക്ക് ഒരുപാട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ദീപു നാവായിട്ട് നേരെ സന്തോഷത്തോടെ ജീവിതത്തിൽ മുന്നോട്ട് കൊടുക്കുന്നു. ഹലോ
ഇനിയുള്ളത് കാശിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പേരെടുക്കാരൻ അനിയാണ്. അദ്ദേഹം നിലമ്പൂർ MBD ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൂടിയായിരുന്നു. ഞാൻ ആദ്യം ഈ തിരക്കഥ വിപിൻദാസ് അദ്ദേഹത്തിന്റെ WBTS പ്രൊഡക്ഷന് വേണ്ടിയിട്ട് വായിച്ച് കേൾപ്പിക്കുന്നത് ഇദ്ദേഹത്തോടാണ്. അന്നെനിക്ക് കുടുംബത്തേക്ക് വാങ്ങിച്ചു തന്ന ആളാണ്. അപ്പം ഏറെ സന്തോഷം. പ്രസന്ന ചേച്ചി, അതിനകത്ത് നമ്മുടെ അസീസ് നെടുമങ്ങാട് അവതരിപ്പിച്ച മുരളിയുടെ അമ്മ കഥാപാത്രമായിട്ടാണ് ഞങ്ങൾ കണ്ടിരുന്നത്. മോനോട് 2 മണിക്ക് ഇറങ്ങുന്നത് തീരുമാനിച്ചിട്ട് പിന്നെ എത്ര മാറ്റി എന്നൊക്കെ ചോദിക്കുന്ന ആള് പ്രസന്ന ചേച്ചിയുടെ മകനാണ് ഈ അജിത് കുമാർ. അപ്പൊ അമ്മയും പോലും ഒരേ വേദിയിൽ മുന്നിൽ കയറ്റി വാങ്ങിയാണ്. വളരെ സന്തോഷം. ഇതിൽ സംസാരിക്കുന്ന വേണ്ടി 2 വാക്ക്. ഒരുപാട് സന്തോഷം. ബിസിനസ് മേഖല ബന്ധുമിത്രാകുന്ന സിനിമയിലെ അഭിനയിക്കാൻ അവസരം തന്ന പ്രിയപ്പെട്ട ഡയറക്ടർ വിപിൻ ചേട്ടൻ, അതുപോലെ അതിന്റെ പ്രൊഡ്യൂസർ നമ്മുടെ വിപിൻ ചേട്ടൻ, വിപിൻദാസ്, അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു. പിന്നെ അതിനകത്തുണ്ടായിരുന്ന ഫുൾ ടീമിനോടും ഉള്ള നന്ദി ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. പിന്നെ സിനിമ തിയേറ്ററിൽ പോയി കണ്ട് വിജയിപ്പിച്ച നാട്ടുകാർക്കും എല്ലാവർക്കും ഉള്ള നന്ദി ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. ഞാൻ ശരിക്കും മിമിക്രി ആർട്ടിസ്റ്റാണ്. മിമിക്രിയിൽ നിന്നാണ് വന്നത്. ഇവിടേക്ക് ഞാൻ പ്രോഗ്രാമിന് വന്നിട്ടുണ്ട്. ലക്ഷ്യം സിനിമ തന്നെയാണ്. ആ ഒരു സിനിമയിൽ എനിക്ക് അവസരം തന്ന എല്ലാവരോടും നന്ദി അവസരത്തിൽ അറിയിക്കുന്നു. പിന്നെ ജീവൻ നവിച്ചെടുത്തത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മുന്നോട്ട് മേടിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം. ഞാൻ ഒരു ചെറിയ ഒരു ഐറ്റം ചെയ്യാം, ഒരു മിമിക്രി ചെയ്യാം. സ്റ്റേജ് കണ്ടു കഴിഞ്ഞാലും മൈക്ക് കണ്ടു കഴിഞ്ഞാലും ഒരു ഐറ്റം ചെയ്യാൻ തോന്നും. അപ്പോൾ എന്തായാലും ഞാൻ കൂടുതൽ ചെയ്തിട്ടുള്ളത് സുരാജ് വിഞ്ഞാറമൂടിന്റെ വോയിസ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു വോയിസ് ചെയ്യും. ചട്ടമ്പിനാടിലെ വിഷമൂലം ആ ഒരു ക്യാരക്ടർ. എന്നിട്ട് പഞ്ചായത്ത് കൊണ്ടുപോയി 2 റൗണ്ട് ഓടി പോണം. ഓടി വന്നാൽ അല്ലെങ്കിൽ വിഷമൂലം ഡാമോ എന്ന് പറഞ്ഞു കാണും. അത് കേട്ടത് മുന്നിൽ തന്നെ ഞെട്ടി കാണും. മാക്കൊന്നും പറയണ്ട. അപ്പോ ആദ്യമായി എല്ലാവരോടും നന്ദി പറയുന്നു. ഈ ഒരു സിനിമ നമ്മുടെ വലിയൊരു സ്ക്രീനിലോട്ട് കൊണ്ടെത്തിക്കുന്നതിന് ആദ്യം കഥ കേട്ട ആള് ഞാനാണ്. അപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എന്നോട് പറഞ്ഞതിനെക്കാട്ടി വളരെ മനോഹരമായിട്ടാണ് ഈ സിനിമ പൂർണ്ണമായി ചിത്രീകരിച്ചിരിക്കുന്നത്. ഇങ്ങനെയൊരു സംരംഭം കൊണ്ടുവരാൻ സഹായിച്ചതിന് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. ഒരു നല്ല സിനിമ യാഥാർത്ഥ്യമാകണമെങ്കിൽ നല്ല ഒരു നിർമ്മാതാവ് ഉണ്ടാവും. അങ്ങനെ നമ്മുടെ വിപിന്റെ കഥയെ, വിപിന്റെ സംവിധാനത്തെ വിശ്വസിച്ച ഒരു നിർമ്മാതാവുണ്ട്, ശ്രീ വിപിൻ ദാസ്. മുത്തുഗൗ, അന്താക്ഷരി, ജയ 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 ഹേ, ഗുരുവായൂർ അമ്പലനടയിൽ എന്നീ ചിത്രങ്ങളുടെ സംവിധായകൻ. വാഴ എന്ന സിനിമയുടെ നിർമ്മാതാവ്, തിരക്കഥാകൃത്ത്. വാഴ 2ാം ഭാഗത്തിന്റെ ഷൂട്ടിങ്ങിന്റെ ആവശ്യങ്ങൾക്കായി അദ്ദേഹം ഇപ്പോൾ വിദേശത്താണ്. അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി ശ്രീമതി അശ്വതി വിജയകുമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അന്ത്യാക്ഷരി, ജയ 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 ഹേ, വാഴ, ഗുരുവായൂർ അമ്പലനടയിൽ തുടങ്ങി ഇപ്പോൾ ചിത്രീകരണം നടക്കുന്ന പെൺമകേസ്, വാഴ 2 ഉൾപ്പെടെ നിരവധി ചിത്രങ്ങളുടെ കോസ്റ്റ്യൂം ഡിസൈനറായി ശ്രദ്ധേയായ കലാകാരൻ. തിരുവനന്തപുരത്തെ വഴുതക്കാട്ടിൽ പ്രവർത്തിക്കുന്ന AJS ആക്ടർ എന്ന ബ്യൂട്ടീഷ്യന്റെ ഉടമ, വ്യസന സമേതം ബന്ധമിത്രാദികളിലെ അങ്ങേയറ്റം ഒറിജിനലായി തോന്നിയ കോസ്റ്റ്യൂം തയ്യാറാക്കിയ അശ്വതിയെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ ഒട്ടും എന്താ പറയാ സംസാരിക്കാൻ അറിയുന്ന ഒരാളല്ല സ്റ്റേജിൽ. പക്ഷേ ഇത്തരം ഒരു സിനിമയ്ക്ക് ഒരു നിർമ്മാതാവിനെ മറന്നു പോകാൻ സംസാരിച്ചപ്പോൾ വിട്ടുപോയാൽ അവിടെ ഇരുന്ന് ഞാൻ പലതും പ്ലാൻ ചെയ്ത് വിപിനെ മെൻഷൻ ചെയ്യണം, അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിന്. അതൊരു മറവിയാണ്, അത് മറക്കാൻ പാടില്ല. അപ്പോൾ വിപിനെ പ്രത്യേകം അന്വേഷിച്ചെന്ന് പറയുക. അപ്പോൾ നിങ്ങൾ ഈ സിനിമ ചെയ്തതിലുള്ള സന്തോഷം ഒന്നും കൂടെ അറിയിക്കുന്നു. നമ്മൾ തോന്നിക്കൽക്കാർക്ക് വേണ്ടി ഈ സിനിമയ്ക്ക് പണം മുടങ്ങിയ, എന്റെ തിരക്കഥയിൽ വിശ്വസിച്ച് പണം മുടങ്ങിയ നിർമ്മാതാവ്, അദ്ദേഹത്തിനുള്ള സന്തോഷ സമേതം ബന്ധുമിത്രാദികളുടെ സ്നേഹോപഹാരം അദ്ദേഹം സ്ഥലത്തില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പങ്കാളി അശ്വതി ജയകുമാറിനെ ക്ഷണിക്കുകയാണ്. അശ്വതി ചിത്രത്തിന്റെ
താങ്ക് യു വെരി മച്ച്. ഒരു 2 മിനിറ്റ് കൊടുത്തിരിക്കണം. ഈ സിനിമയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു 4 പേര് അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവരെ കൂടി വിളിക്കുകയാണ്. ഒന്ന് ഇതിൻ്റെ ഛായാഗ്രാഹകൻ അപ്പു. അപ്പുവിൻ്റെ ശരിക്കുള്ള പേര് റഹീം അബൂബക്കർ എന്നാണ്. അദ്ദേഹം തൃശ്ശൂർ ചേലക്കര സ്വദേശിയാണ്. അപ്പുവിൻ്റെ ആദ്യ സിനിമ, റഹീം അബൂബക്കറിൻ്റെ ആദ്യ സിനിമയാണ് സമയത്തും ബന്ധുമിത്രാദികൾ. അപ്പൊ അത് ഞാൻ കണ്ടതിനേക്കാൾ അതിമനോഹരമായിട്ട് അപ്പോൾ എനിക്ക് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് വേണ്ടി അത് ഷൂട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇതിന്റെ ചലച്ചിത്ര സമയത്ത് നമ്മുടെ എഡിറ്ററായിട്ടുള്ള ജോബുട്ടി ചേട്ടൻ, മലയാള സിനിമയിലെ വളരെ സീനിയറായിട്ടുള്ള എഡിറ്ററാണ് ജോബുട്ടി ചേട്ടൻ. നമ്മുടെ വ്യസന സമയത്തിലൂടെ 50 സിനിമകൾ അദ്ദേഹം എഡിറ്റിംഗ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. 7 Day മെമ്മറീസ്, കുളിമുറികൾ, വലിയ സിനിമകളുടെ എഡിറ്റർ കൂടിയാണ് ജോബുട്ടി ചേട്ടൻ. അതുപോലെ തന്നെ ആർട്ട് ഡയറക്ടർ നമ്മുടെ ബാബു പിള്ള, നമ്മുടെ സാവിത്രിയമ്മയുടെ തോളുകളെ നടത്തുന്നതായിട്ട് നേരം അവരുടെ പരിസരത്തെ സെറ്റ് ചെയ്യുന്ന ഇദ്ദേഹമാണ്. അതുപോലെ തന്നെ സുധീരങ്ങളുടെ ഞങ്ങൾ 40 സിനിമ ഉണ്ടാവും. അങ്ങനെ വലിയ കയ്യും കാലും കളിയൊക്കെ ഉണ്ടാക്കിയ ഡീലക്ഷനാണ്. അങ്ങനെ ഒരു ക്രൂരമാണ് നമ്മുടെ ഈ സിനിമയിൽ. പിന്നീട് മല്ലിക സുൽത്താൻ അവരുടെ ഡെഡ് ബോഡിയൊക്കെ നമ്മളത് ഒറിജിനൽ ആയിരുന്നില്ല. അപ്പൊ അതിന് പിന്നിലൊക്കെ ഉണ്ടായിരുന്നത് സുധിയാണ്. ഏറെ സന്തോഷത്തോടെ ഇവർക്ക് മുന്നോട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ജീവൻ സാറിനെ ക്ഷണിച്ചു. ഇത് ബാബു പിള്ള, ഇത് നേരിങ്ങനെ നമ്മുടെ സ്വദേശിയാണ് സംസാരിക്കുന്നത്. അടുത്തത് സുധീന്ദ്രൻ, ചമ്മയം മേക്കപ്പ്, ബിസിനസ് സമേതം ബന്ധുമിത്രാദികളുടെ. റഹീം അബൂബക്കർ, നമ്മുടെ സിനിമയുടെ കണ്ണായിരുന്ന റഹീം അബൂബക്കർ. മലയാള സിനിമയിൽ അദ്ദേഹത്തിന്റെ ആദ്യ ചുവടുവയ്പ്പാണ്. ഒട്ടനവധി സിനിമകളുടെ ചീഫ് ക്യാമറ അസോസിയേറ്റ് ആയിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ടീമിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള വ്യക്തി, പ്രായമുണ്ട്, പ്രത്യേകം പറയണം, ജോബുട്ടി ചേട്ടൻ. എന്തെങ്കിലും 2 വാക്ക് സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുറേ സിനിമകൾ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ജീവിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുടെ സിനിമ എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴാണ്. ഞാൻ ഓരോ ഭാഗം എഡിറ്റ് ചെയ്യുമ്പോൾ ഒരാളെ ചൂണ്ടിക്കാട്ടി ഇത് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഇന്ന ആളാണ്. അതുകൊണ്ട് ആരും പേടിക്കേണ്ട. തോന്നക്കലിൽ നിന്ന് ഒരാൾ പോലും പുറത്തു പോയിട്ടില്ല. എല്ലാവരും അതിനകത്ത് തന്നെയുണ്ട്. എല്ലാവരും എനിക്കറിയാം. ഇതിനകത്ത് ആരൊക്കെ ഉള്ളതെന്നുള്ളതല്ല, ഓരോരുത്തരുടെ പേര് ഉൾപ്പെടെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്ന ആളാണ്, ഇന്ന ആളാണ്, ഇന്ന ആളാണ്. അതുകൊണ്ട് ഇങ്ങനെ സിനിമയുടെ ഭാഗമായതിന് വളരെയധികം സന്തോഷം. നന്ദി. നമസ്കാരം. പറഞ്ഞ പോലെ മാർക്കോ ക്രൂരനായ മേക്കമാനല്ല, പാവമാണ്. JJK എൻ്റെ ഫസ്റ്റ് മൂവി. JJK, ഫാലിമി, ഗുരുവായൂരമ്പലടയിൽ, വാഴ, അതിൻ്റെ കൂടെ മാർക്കോയുണ്ട്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനും. ബിബിൻദാസ് സാറിൻ്റെ എല്ലാ ബിബിൻ ചേട്ടൻ്റെ എല്ലാ വർക്കും ഞാനാണ് ചെയ്യുന്നത്. എൻ്റെ കൂടെ ബിബിൻ ചേട്ടൻ്റെ ഈ ഷൂട്ടും എനിക്ക് ചെയ്യാൻ പറ്റി. വളരെ സന്തോഷം. എല്ലാവരും കാണാനും ഇവിടെ വരാനും പറ്റിയൊരു സന്തോഷം. വാഴ 2ന്റെ ഷൂട്ട് നടക്കുകയായിരുന്നു, അവിടെ നിന്നാണ് ഇവിടെ എത്തിയത്. എന്താണ്, താങ്ക് യു സോ മച്ച്. നമ്മുടെ ബാബുചേട്ടൻ സിനിമയിൽ ഒരു വേഷം ചെയ്തതാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കട്ടായി പോയി. ഒന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാം. ഒന്ന് ഫോട്ടോയ്ക്ക് ഓക്കെ ആണല്ലോ. രണ്ടു വാക്ക് സംസാരിച്ചേ പറ്റും. എല്ലാവർക്കും നമസ്കാരം. ബിസിനസ് സമേതം ബന്ധുമിത്രാദികൾ സസന്തോഷം ബന്ധുമിത്രാദികളാക്കിയ ശ്രീ വിപിനും അതുപോലെ ഇതിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടർ ശ്രീ സജി സബാനയ്ക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നൽകുന്നു. അതോടൊപ്പം ഇതിൽ
അഭിനയിച്ചിരിക്കുന്ന ഒരുപാട് കലാകാരന്മാര്, ജോമൻ ഉൾപ്പെടെ എനിക്കറിയാവുന്ന സുഹൃത്തുക്കളാണ്. അവരെല്ലാം ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. അതുപോലെ ടെക്നീഷ്യന്മാരും അതുപോലെ പറഞ്ഞതിന്റെ പോലെ ഒരിക്കലും ടെക്നീഷ്യന്മാർ നല്ല സുഹൃത്തുക്കൾ, കൂട്ടായ്മ എന്നുള്ള രീതിയിലാണ് ഈ പടം പോയത്. പക്ഷെ എനിക്കിതിനകത്തൊരു ഒരു ഒരു ചെറിയൊരു ഭാഗ്യം നഷ്ടപ്പെട്ടു. കാര്യം ഇതിനകത്തൊരു ക്യാരക്ടർ ഞാൻ ചെയ്യേണ്ടിയിരുന്നതാണ്. ആ ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ എനിക്ക് പകരം ചെയ്തതാണ്. അതിഗംഭീരമായിട്ട് ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തിന്റെ പേരറിയില്ല. മെമ്പർ ഒന്ന് എഴുതിയിരിക്കുന്നു. അതെ, പുള്ളി നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പെർഫോമൻസിൽ എല്ലാവരും ഗംഭീരമായിരുന്നു. പിന്നെ സൈജേട്ടനും വിപിനും ഒന്ന് വരും പ്ലീസ്, രണ്ടുപേരും. അപ്പം ഇനി ഇവരുടെ ഭാഗത്തുനിന്ന് ഗംഭീര സിനിമകൾ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അടുത്ത പടത്തിന് പരസ്യമായിട്ട് ഞാൻ ചോദിക്കുകയാണ്. അടുത്ത പടത്തിന് ഞാൻ എന്തായാലും ഉണ്ട്, അതെന്തായാലും മാറ്റി നിർത്താൻ പറ്റില്ല. ഓക്കെ, അപ്പൊ എന്തായാലും നാടൊരുക്കിയ ഈ സ്വീകരണം ഗംഭീരമായിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് ഒരുപാട് സന്തോഷം. ഈ നാട് എനിക്ക് എൻ്റെ സ്വന്തം നാട് പോലെയാണ്. ഈ നാടും ഞാനും തമ്മിൽ ഭയങ്കരമായ ബന്ധമുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി സിനിമയിലും സീരിയലിലുമായിട്ട് ഞാൻ കുറേ അരി പെറുക്കിയിട്ടുണ്ട്. അതെല്ലാം ഇവിടുത്തെ അരിയാണ്. ഞാനും സജിചേട്ടനും എന്നെ ഈ നാട് പരിചയപ്പെടുത്തുന്നത് സജിചേട്ടനാണ്. സജിചേട്ടനോടെയാണ് ഈ നാട്ടിലെ ഓരോ കലാകാരന്മാരെയും പരിചയപ്പെട്ട് വന്നപ്പോൾ ഈ നാട്ടില് കലാകാരന്മാരെ കൊണ്ട് മുട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്ത് കാര്യത്തിലും ഇവിടെ പാട്ട് പാടണമെങ്കിൽ ആളുണ്ട്, പിന്നെ അഭിനയിക്കണമെങ്കിൽ ആളുണ്ട്, പാട്ട് എഴുതാൻ ആളുണ്ട്, മ്യൂസിക് ചെയ്യാൻ ആളുണ്ട്, എല്ലാത്തിനും. അപ്പൊ അങ്ങനെ ഒരു നാടാണിത്. ഈ നാട്ടിൽ നിന്നും ഇതിനു മുന്നേ ഇങ്ങനെ ഒരു സിനിമ വരേണ്ടതായിരുന്നു. എന്നെ ആദ്യമായിട്ടൊരു ഗൾഫ് ട്രിപ്പിന് കൊണ്ടുപോകുന്നത് സജിചേട്ടനാണ്. അങ്ങനെ ഒരുപാട് നന്ദിയും കടപ്പാടും ഒക്കെ സജിചേട്ടനോടുണ്ട്. എന്തായാലും ഇന്ന് ഈ ഒരു നാട് നൽകുന്ന സ്വീകരണത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എൻ്റെ വീടിനടുത്താണ് ഈ സിനിമ ഷൂട്ട് ചെയ്തത്. ഞാൻ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ 4-5 ദിവസം പോയി. എന്നിട്ടും കണ്ണീർച്ചോരയില്ലാതെ ഇവര് ഞാൻ ചാൻസ് ചോദിച്ച് വന്നാണെന്ന് മനസ്സിലാക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല എന്ന് വിചാരിക്കുന്നു. എന്നാലും അടുത്ത പടത്തില് ശ്രീത്ത് പറഞ്ഞ പോലെ എന്നെ ഉൾപ്പെടുത്തണം, എനിക്കും കൂടെ. എന്തായാലും എല്ലാവരും ആശംസകളും. താങ്ക് യു. ഒരു കാര്യം പറയാനുള്ളൂ. ഞാൻ അസീസിക്കയും കൂടെ എറണാകുളത്ത് നിന്ന് ഓടിപ്പറിച്ച് വരികയായിരുന്നു. അസീസിക്കയ്ക്ക് ഈ സിനിമയോടുള്ള ഒരു സിനിമ കഴിഞ്ഞിട്ടും ഈ സിനിമയോടുള്ള ആത്മാർത്ഥത നിങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരു സിനിമയിൽ ഇന്ന് രാവിലെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. അത് ഒരുപാട് താമസിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് അത് ഉപേക്ഷിച്ചിട്ടാണ് അദ്ദേഹം വന്ദേ ഭാരത് ട്രെയിൻ പിടിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത്. അതായത് നല്ലൊരു കൈകളുണ്ട്. താങ്ക് യു. ഇത് മീശമാധവനിലെ നമ്മുടെ കുട്ടികളനായിട്ട് അഭിനയിച്ച അരുൺ. ഇത് പ്രമോദ് ഉപ്പ്, ഇദ്ദേഹത്തെ പരിചയമുണ്ടാവും. ഇദ്ദേഹം ഭാര്യയും കൂടി ഇൻസ്റ്റാ റീൽ ഗംഭീരമായിട്ട് ചെയ്യുന്നവരാണ്. അപ്പൊ ഇവർക്ക് പൈങ്കിളി സിനിമയിൽ ശ്രീജിത്ത് സംവിധാനം ചെയ്ത പൈങ്കിളി സിനിമയിൽ അളിയനായിട്ട് വേഷം ചെയ്ത ആളാണ്. അപ്പൊ ഇവർക്ക് മൊമെന്റ് കൊടുക്കുന്നതിന് വേണ്ടി ശ്രീജിത്തിനെയും സെന്തിലിനെയും ക്ഷണിക്കുന്നു. വീര ചേച്ചി ചേച്ചി പൊക്കളായിരുന്നു. അതുപോലെ പ്രമോദ് ഉപ്പ്. ഇവരാണ് പന്തളത്തിൽ നിന്ന് നാടാമ്പുഴയാക്കി പോയിട്ട് അവിടുന്ന് ലൈവ് ലൊക്കേഷൻ നോക്കി വെള്ളാണിക്കപ്പാറയിൽ പോയ ആൾക്കാർ. ചേച്ചി 2 വാക്ക് സംസാരിക്കണം. ഇതന്നെ പറയാനുള്ള. എല്ലാരും ഹാപ്പിയല്ലേ? ഇവിടെ വരാനും നിങ്ങളെ എല്ലാരും കാണാനും സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വിപിൻ ഈ കഥ പറയുമ്പോ തന്നെ ഞാൻ ചാടി കയറി ഏറ്റതാണ്. അത്ര ഇഷ്ടമായി. നിങ്ങളെ പോലെ ഒന്നുമല്ല, ഞാൻ 6 പ്രാവശ്യം ഈ സിനിമ കണ്ടു. മിനിഞ്ഞാന്നും കണ്ടു. ഞാനുള്ളത് കൊണ്ടല്ല അത്രയും കണ്ടത്, വെറുതെ ചെന്നിരുന്ന് ചിരിക്കാൻ വേണ്ടി കണ്ടതാ. ഓരോരുത്തരെയായിട്ട് കൊണ്ടുപോയി. ഒരുപാട് സന്തോഷം എനിക്കിത് ചെയ്യാൻ പറ്റിയതിൽ. താങ്ക് യു എല്ലാവർക്കും താങ്ക് യു.
നമസ്കാരം. ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത്. കാരണം ഞാൻ ചെറുപ്പം മുതൽ സിനിമ ചെയ്യുന്നതാണ്. പക്ഷെ എനിക്ക് ഈ സിനിമയിൽ ഞാൻ അധികം ചെയ്തിട്ടില്ലാത്ത വളരെ വ്യത്യസ്തമായ ഒരു ക്യാരക്ടറിലേക്ക് എന്നെ കാസ്റ്റ് ചെയ്ത വിപിൻ ചേട്ടന് എനിക്ക് വളരെയധികം നന്ദി പറയുന്നു. കൂടാതെ നമ്മുടെ പ്രൊഡ്യൂസർ വിപിൻ ചേട്ടന് നന്ദി പറയുന്നു. ഇന്ന് ഇവിടെ നിൽക്കാൻ സാധിച്ചത് വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. നമുക്ക് എന്തെങ്കിലും എൻ്റെ അവർക്ക് സംസാരിക്കാം. പിന്നെ അങ്ങനെ സംസാരിച്ച് വലിയ ശീലമില്ല. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഈ സന്തോഷപൂർവ്വം ബന്ധുമിത്രാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ. പിന്നെ വിപിൻ സാറിനോടും പിന്നെ എൻ്റെ ആദ്യ സിനിമ സംവിധാനം ചെയ്ത നമ്മുടെ ശ്രീ സാറിനോടും നന്ദി അറിയിക്കുകയാണ്. അപ്പം എനിക്ക് മുമ്പ് അമ്മയും മകനും ഒരു വേദിയിൽ ഒരുമിച്ച് കാണുന്നത് ഇപ്പോഴായിരിക്കും അല്ലേ? ആരും കണ്ടില്ല കേട്ടോ, ഇപ്പോഴാണ് ഞങ്ങളെ ഒരുമിച്ച് കാണുന്നത്. നമ്മൾ അറിഞ്ഞില്ല പരസ്പരം. വേറൊരു പ്രോഗ്രാമിന് ചെന്നപ്പോഴാണ് ഞങ്ങൾ മനസ്സിലായി ഇതാണ് എൻ്റെ മകനെന്ന്. അത്രയറിയാം. അതെ, അപ്പം നമ്മൾ നിർബന്ധിച്ചിട്ടാണ് അരുണ് ഒരു 2 വരി പാടും. അരുണ് തന്നെ അഭിനയിച്ച സിനിമയിലെ പാട്ട്. ഞാൻ പാട്ടുകാരനല്ല, എന്നാലും നീല പൈതലേ എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഒരു അതിഥിയായിട്ടല്ല ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ നാടിൻ്റെ ഒരു സിനിമ, എൻ്റെ പ്രിയപ്പെട്ട നാട്ടിലെ കുറേ കലാകാരന്മാരുടെ ഒരു സിനിമ, ആ സിനിമയുടെ ഒരു വിജയാഘോഷത്തിൽ കുടുംബാംഗത്തെ പോലെ ഞാൻ പങ്കെടുക്കാൻ വന്നിട്ടുള്ളതാണ്. ഇതൊരു ഗംഭീരമായ ഒരു വിജയമാണ്. ഈ ഒരു സിനിമ ഞാനത് തിയേറ്ററിൽ പോയി കണ്ടു. ഞാൻ കുടുംബസമേതമാണ് പോയി കണ്ടത്. ഞാനത് ശ്രീ വിപിനോടത് പറയുകയുണ്ടായി. ഇതൊരു കേവലം ഒരു ചിരിച്ചു തള്ളേണ്ട ഒരു സിനിമയല്ല. തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് ചിരിച്ചിട്ടുണ്ട് ഈ സിനിമ കണ്ട്. തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ നന്നായി ആസ്വദിച്ച് ചിരിച്ചു. പക്ഷെ ആ ചിരിക്കൊക്കെ അപ്പുറം ഈ സിനിമ ശ്രദ്ധേയമാകുന്നത് അതിൽ അന്തർലീനമായിട്ടുള്ള കുറെ സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളുണ്ട്. അത് വളരെ കൃത്യമായി അഡ്രസ് ചെയ്തുകൊണ്ട് തന്നെ അതിനെ നന്നായി അനാവരണം ചെയ്യാൻ ഈ സിനിമയിലൂടെ കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും നമ്മുടെ ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന പല കാര്യങ്ങളും, ചോദ്യം ചെയ്യപ്പെടേണ്ട പല കാര്യങ്ങളും കൃത്യമായി ചോദ്യം ചെയ്യുന്ന കൃത്യമായ ഒരു നിലപാടുള്ള ഒരു സിനിമയായിട്ട് കൂടി ഇതിന് വിലയിരുത്തേണ്ടതുണ്ട്. അതിന് തമാശകളൊക്കെയാണ്. തീർച്ചയായിട്ടും കലയെന്ന് പറയുന്ന, സിനിമ എന്ന് പറയുന്നത് അത് കേവലം ഒരു വിനോദ ഉപാധി മാത്രമല്ലല്ലോ. അതിലേക്ക് അപ്പുറം അതൊരു സാമൂഹ്യ പരിവർത്തന ഉപാധി കൂടിയായിട്ട് മാറുമ്പോഴാണ് കലയുടെ ലക്ഷ്യം തന്നെ പൂർണ്ണമാകുന്നത്. ആ അർത്ഥത്തിൽ ഈ സിനിമ വെറുതെ ഒരു വിപ്ലവമായ കുറെ തമാശകൾ കണ്ട് ചിരിച്ചു പോകേണ്ട ഒരു സിനിമ മാത്രമല്ല. അത് അതിലൊക്കെ അപ്പുറം അത് വിശകലനം ചെയ്യുന്ന, അത് ഉയർത്തുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അത് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന, അത് ആചാരങ്ങളിൽ പോലും ചില ആണധികാരത്തിന്റെ ഒക്കെ ഒരു വല്ലാത്ത ഒരു കടന്നുകയറ്റമുണ്ട്. ഒരു വ്യക്തിയുടെ മേൽ, ഒരു കുടുംബത്തിന്റെ മേൽ, ഒരു സമൂഹത്തിന്റെ മേലൊക്കെ ചില ജാതി അധികാര കേന്ദ്രങ്ങളുടെയൊക്കെ ചില കടന്നുകയറ്റം, അതിന്റെയൊക്കെ നമ്മുടെയൊക്കെ സ്വാതന്ത്ര്യങ്ങൾക്ക് മേൽ, വ്യക്തിയുടെ സ്വാതന്ത്ര്യങ്ങൾക്ക് മേൽ, കുടുംബത്തിന്റെ സ്വാതന്ത്ര്യങ്ങൾക്ക് മേലൊക്കെയുള്ള അത്തരം കടന്നുകയറ്റങ്ങളെയൊക്കെ നന്നായി ചോദ്യം ചെയ്യുന്ന അങ്ങനെ ഒരു സിനിമയാണ്. ഒപ്പം ഒരു സ്ത്രീപക്ഷ സിനിമ എന്ന രീതിയിൽ ഇത് വിലയിരുത്തേണ്ട ഒരു സിനിമയാണ്. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില സ്ത്രീ വിരുദ്ധതകളുണ്ട്. സ്ത്രീകൾക്ക് ചിലയിടങ്ങളിൽ അതൊരു വിലക്ക് കൽപ്പിക്കുന്ന, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ചില അവരുടെ ഒരു സ്വന്തം കുടുംബത്തിലെ ഒരു മരണത്തിൽ പോലും ഒരു പുരുഷനുള്ള അതേ അധികാരവും അവകാശവും ഒരു സ്ത്രീക്ക് ആ മരിച്ച ആളിനോട് ഇല്ലാതെ വരുന്ന ചില ഒരു മാറ്റിനിർത്തപ്പെടുക. അവിടെയൊക്കെ സ്ത്രീകളുടെ ഒരേ കുടുംബത്തിലെ ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഉണ്ടാകുന്ന ഒരു വിവേചനം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ കൂടി അത് അനാവരണം ചെയ്യുന്ന അത്തരം ഒരു സ്ത്രീപക്ഷ നിലപാട് കൂടി ഉയർത്തിപ്പിടിക്കുന്ന ഒരു സ്ത്രീ ശാക്തീകരണത്തിന്റെയൊക്കെ ഒരു വലിയ ഒരു അത് ഉറക്കെ ഇങ്ങനെ ഒരു
മുദ്രാവാക്യം വിളിക്കുകയോ അല്ലെങ്കിൽ വലിയ പ്രസംഗങ്ങൾ നടത്തുകയൊന്നുമല്ല. അത് വളരെ നിശബ്ദമായി തന്നെ ചില കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തോട് അത്തരം ചില ചോദ്യങ്ങൾ ഉയർത്തുന്ന, അതിന് ചില പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്ന, അങ്ങനെ ഒരു വളരെ യാഥാർത്ഥ്യബോധത്തോടു കൂടി സൃഷ്ടിക്കപ്പെട്ട ഒരു സിനിമ. അത് നമ്മുടെ നാട്ടിലെ ഒരു സംഭാഷണ രീതികൾ, അതിൻ്റെ ഒരു സ്വാഭാവികത എടുത്തു പറയുന്നതാണ്. നമ്മുടെ നാട്ടിലെ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ചില പദപ്രയോഗങ്ങൾ സംഭാഷണങ്ങളിലൊക്കെ ആ ഒരു വളരെ നാച്ചുറലായിട്ട് അതാ സിനിമയുടെ കഥാഗതിയിൽ ഈ ഹ്യൂമർ എന്ന് പറയുന്നത്, തമാശ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ അതൊരു ഈ വലിയ ആഘോഷവേളകളിലൊക്കെ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഒന്നായിട്ടാണ്. നമ്മൾ പലപ്പോഴും ഈ വിവാഹ വീടുകളിലോ അല്ലെങ്കിൽ വിവാഹ ആഘോഷങ്ങളിലോ ഒക്കെയാണ് തമാശകളുടെ ഒരു ഇതുകൾ. പക്ഷെ ഇതൊരു മരണത്തിന്റെ ഒരു അന്തരീക്ഷത്തിൽ, ഒരു മരണ വീട്ടിൽ ഒരു ശവസംസ്കാര ചടങ്ങ് നടക്കുന്ന ആ അന്തരീക്ഷത്തിൽ പോലും വളരെ ഒരു ദുരന്തത്തിന്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഴമേറിയ ഒരു വളരെ വ്യസനസമേതം കുടുംബാംഗങ്ങൾ മുഴുവൻ ഇരിക്കുന്നിടത്ത് നിന്ന് തമാശ ഉത്പാദിപ്പിക്കപ്പെടുകയാണ്. അതൊരു വലിയ ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നി. കരിയുള്ള മലയാള സിനിമയിൽ അങ്ങനെ വേറെ സിനിമകൾ ഉണ്ടോ എന്നെനിക്ക് സംശയമാണ്. പക്ഷെ ലോക സിനിമയിൽ ചിലതൊക്കെ ഉണ്ടാവും, ഇങ്ങനെ ഒരു ശവസംസ്കാര ചടങ്ങുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചില തമാശകൾ സിനിമകളുണ്ട്. പക്ഷെ ഇവിടെ ഇതൊരു ധീരമായ ഒരു പരീക്ഷണം കൂടിയായിട്ട് അത് മാറുന്നു. അതിൽ ഓരോ കഥാപാത്രങ്ങളും അത് അവതരിപ്പിച്ച ഓരോ നടീനടന്മാർ, അത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ കുറേ കലാകാരന്മാരെ അവിടെ കാണാൻ പറ്റി. ഈ നാട് എനിക്ക് ഇവിടെ സുപരിചിതമായ ഒരു നാടാണ്. തോന്നെങ്കിൽ എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരിടമാണ്. എനിക്ക് ഒരുപാട് സൗഹൃദങ്ങളുള്ള ഒരിടമാണ്. ഇവിടെ തോന്നെങ്കിൽ സാംസ്കാരിക സമിതിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മുമ്പ് എത്രയോ തവണ അവരുടെയൊക്കെ നാടക പ്രവർത്തനങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആൾ കൂടിയാണ് ഞാൻ. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുള്ള ഒരിടമാണ്. ഇവിടെ ഒരുപാട് കലാകാരന്മാർ, കലാകാരികൾ ഉള്ള ഒരു നാട് കൂടിയാണ്. ആശാൻസ്മാർക്കും തൊട്ടപ്പുറത്താണ്. അങ്ങനെ ഒരു സാംസ്കാരിക ഇടത്തു നിന്ന് ഇങ്ങനെ ഒരു സിനിമ നിർമ്മിക്കപ്പെട്ടു. അതിന്റെ ഏറ്റവും വലിയ അഭിമാനവും സന്തോഷവും ഒക്കെ ഹൃദയപൂർവ്വം ഞാൻ അറിയുകയാണ്. ഇതിലെ ഓരോ രംഗങ്ങളും വളരെ വിശദമായിട്ട് തന്നെ സംസാരിക്കേണ്ടതുണ്ട്. ഞങ്ങൾക്ക് വളരെ ആസ്വദിച്ച ഒരുപാട് രംഗങ്ങളുണ്ട്. വളരെ സത്യമായിട്ടുള്ള ഒരുപാട് ഹ്യൂമർ. ഇപ്പോൾ ആ മരണ വീട്ടിൽ വരുന്നൊരു ചേച്ചി, ആ ചേച്ചി ഇനി ഞാൻ ജീവിക്കുന്നില്ലേ, എനിക്കിന് ജീവിക്കണ്ടേ, എനിക്കിന് ജീവിക്കാൻ പറ്റൂലേ എന്ന് പറയുകയും ഒപ്പം ബിപിക്കുള്ള ഗുളിക കഴിക്കുക. അത് ഇനിയും ഒരുപാട് കാലം ആരോഗ്യത്തോടെ കഴിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു വിരോധാഭാസം നമ്മൾ പലപ്പോഴും ഈ മരണ വീടുകളിൽ തന്നെ ഒക്കെ കാണിക്കുന്ന കപടമായ സ്നേഹം, അത്തരം സ്നേഹത്തിന്റെ പ്രകടനപരത, ഇതൊക്കെ പൊളിച്ചു കാട്ടുന്ന, സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില അനാചാരങ്ങളെ പൊളിച്ചു കാട്ടുന്ന, സ്ത്രീ വിരുദ്ധതകളെ പൊളിച്ചു കാട്ടുന്ന, അങ്ങനെയൊക്കെ ഒരുപാട് സാമൂഹ്യ രാഷ്ട്രീയ മാനങ്ങളുള്ള ഒരു സിനിമയായിട്ട് കൂടി ഇത് വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ പ്രിയപ്പെട്ട ശ്രീ ബിപിനെ, അഡ്വക്കേറ്റ് ബിപിൻ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, അതിന് വളരെ മികച്ച ഒരു തിരക്കഥ ആണ് രചിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് വലിയ സംവിധാന പാരമ്പര്യമോ അല്ലെങ്കിൽ സംവിധാന പരിചയമൊന്നുമില്ലാതെ തന്നെ ഒരു നല്ലൊരു സൃഷ്ടി അദ്ദേഹത്തിന് സാധ്യമായി. തീർച്ചയായും ഇനിയും പ്രിയപ്പെട്ട ബിപിനിൽ നിന്ന്, ബിപിന്റെ ഈ കൂട്ടുകെട്ടിൽ നിന്ന് ഗംഭീരമായ ഒരുപാട് കലാസൃഷ്ടികൾ കേരളം പ്രതീക്ഷിക്കുന്നുണ്ട്, മലയാള സിനിമ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് മലയാള സിനിമ ആവശ്യപ്പെടുന്ന ഒരു നിർമ്മിതി കൂടിയായിട്ട് ഞാൻ പറയും. കാരണം നമ്മൾ ഈ ഹോളിവുഡിലെ സിനിമകളെ പോലെ അല്ലെങ്കിൽ ഈ തമിഴ്നാട്ടിലെയോ ആന്ധ്രയിലെയോ ഒക്കെ വലിയ വലിയ വമ്പൻ സിനിമകൾ നമ്മുടെ ഒരു കൊച്ചു കേരളത്തിൽ പലപ്പോഴും അത്തരം വമ്പൻ വലിയ ബഡ്ജറ്റിലുള്ള സിനിമകൾ താങ്ങാൻ പറ്റുന്നതല്ല. നമ്മുടെ ഒരു ചുരുങ്ങിയ ഒരു ഇടത്ത് കാണിക്കുന്ന സിനിമകൾ, ഇതുപോലുള്ള ചെറിയ സിനിമ എന്ന് ഞാൻ പറയില്ല, ഇതൊരു വലിയ സിനിമ തന്നെയാണ്. പക്ഷെ മുതൽ മുടക്കിന്റെ കാര്യത്തിലൊക്കെ വളരെ അദ്ദേഹം അത് എന്നോട് പറയുകയുണ്ടായി. സിനിമ വളരെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യപ്പെട്ട ഒരു സിനിമയാണ്. ഇവിടെ വലിയ താരപരിവേഷങ്ങളിലേക്കൊന്നും പോകാതെ ഏറ്റവും മികച്ച നടീനടന്മാരെ അണിനിരത്തിക്കൊണ്ട് ഓരോ കഥാപാത്രങ്ങളെയും കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട്. ഇപ്പോൾ ദീർഘമായിട്ട് ഈ സമയപരിമിതിക്കുള്ളിൽ അത് ഞാൻ പറയുന്നില്ല. അപ്പൊ അങ്ങനെ ഏറ്റവും നല്ല പ്രതിഭകളെ കണ്ടെത്തി അവതരിപ്പിക്കുക, നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക, അത് ഏറ്റവും മനോഹരമായ രീതിയിൽ ആവിഷ്കരിക്കുക, അത് ഏറ്റവും പ്രധാനം. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഇത്തരം സിനിമകൾ, അത് നമ്മുടെ ഒരു മലയാള സിനിമ ഇന്ന് നേരിടുന്ന പല പ്രതിസന്ധികൾക്കുമുള്ള ഒരു ഉത്തരമായിട്ട് കൂടി ഇതുപോലുള്ള ധാരാളം സിനിമകൾ ഇനിയും ഉണ്ടാകേണ്ടതുണ്ട്. അതുകൂടി ഇവിടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഒരു വലിയ വിജയത്തിൽ നിങ്ങളുടെ എല്ലാം ഒരു സന്തോഷത്തിൽ ഞാനും ചേരുകയാണ്. എനിക്ക് വളരെ അഭിമാനത്തിന്റെയും ഏറ്റവും നല്ല സന്തോഷത്തിന്റെയും ഒരു നിമിഷമാണ്. ഞാൻ നേരത്തെ പറയുന്ന പോലെ എന്റെ നാടിന്റെ ഒരു സിനിമയായിട്ടാണ് ഞാനിത് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പരിപാടിയിൽ കുടുംബസമേതം
ഞാൻ ഈ പരിപാടി വന്നിരിക്കുന്നത്. എൻ്റെ ഭാര്യയും ഒക്കെ വളരെ ഗംഭീരമായിട്ട് ഇങ്ങനെ ചിരിക്കുന്ന, അത് ഈ അടുത്ത കാലത്ത് വളരെ അപൂർവമായിട്ടുള്ള സംഭവമാണ്. അമ്മയെ ആസ്വദിച്ച ഒരു സിനിമ. അത് വളരെ ഒരു മികച്ച ഒരു കലാസൃഷ്ടി, സാമൂഹ്യ വിഷയങ്ങൾ, സാമൂഹ്യ പ്രശ്നങ്ങളൊക്കെ ഉയർത്തുന്ന, ചോദ്യം ചെയ്യപ്പെടേണ്ടതിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന കൃത്യമായ നിലപാടുള്ള അങ്ങനെ ഒരു സിനിമ ഒരുക്കിയ പ്രിയപ്പെട്ട ശ്രീ വിപിനെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. അതിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ഓരോരുത്തരെയും ഞാൻ വ്യക്തിപരമായിട്ട് എടുത്ത് പറയുന്നില്ല. ഓരോരുത്തരെയും അഭിനയ മുഹൂർത്തങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ സംസാരിക്കാനുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞത് ഒരുപാട് പ്രശ്നങ്ങളിനകത്ത് അനാവരണം ചെയ്യപ്പെടുന്നുണ്ട്. ഒരു ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയെ പോലും മാറ്റി നിർത്തിക്കൊണ്ട് അവിടെ ജാതിയുടെ അധികാരം ഇങ്ങനെ പത്തോടൊക്കെ നിൽക്കുന്നതൊക്കെ നമ്മുടെ സിനിമയിൽ കണ്ടു. ആ വാർഡ് മെമ്പറെയൊക്കെ ഇങ്ങനെ നിർത്തിയിട്ട് ഒരു കുടുംബത്തിലെ പ്രശ്നങ്ങളിൽ എങ്ങനെയാണ് നമ്മുടെ ചില അധികാര കേന്ദ്രങ്ങൾ, നമ്മുടെ കുടുംബത്തിന് പുറത്തുള്ള ചിലർ അതെങ്ങനെയാണ് ഇതിനകത്ത് ഇടപെടുന്നത് എന്നൊക്കെയുള്ള കൃത്യമായ ഒരു വിശകലനം അതിനകത്തുണ്ട്. അതൊക്കെ ഇതിൽ അദ്ദേഹത്തിന്റെ ചില അനുഭവങ്ങളിൽ നിന്ന് കൂടിയാണെന്ന് ആവിഷ്കരിച്ചതെന്നും പറഞ്ഞു. തീർച്ചയായും ഇനിയും ഗംഭീരമായ അവസരങ്ങൾ ഉണ്ടാക്കാൻ ഈ ഒരു കൂട്ടുകെട്ടിന് കഴിയട്ടെ ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you very much. പണ്ട് ഒരുത്തി ഈ വീട്ടിൽ ഇതുപോലെ പറഞ്ഞായിരുന്നു, അച്ഛനവളെ പ്രേമ വീട്ടിൽ പിടിച്ചപ്പോ അവക്ക് അങ്ങോട്ടൊന്നും ഇല്ലെന്ന്. എന്റെ പറഞ്ഞത് തന്നെ അനിയത്തിയെ പറ്റി തന്നെ, സുമയെ പറ്റി. പണ്ട് രാജേന്ദ്രന്റെ കൂടെ ഇറങ്ങിപ്പോയ സുമ. ക്ഷണിക്കാം ആ സുമയെയും രണ്ട് മക്കളെയും. പന്തളത്ത് നിന്ന് വരുന്നവർക്ക് ലൈവ് ലൊക്കേഷൻ അയച്ചു കൊടുത്ത ഏത് സമയവും മൊബൈലിൽ ഗെയിം കളിക്കുന്ന അമിത്. അമ്മ മരിച്ചാലും എനിക്ക് വിശക്കുമെന്ന് പറയുന്ന ആമിയ. സുമയെയും അമിതിനെയും ആമിയെയും സ്ക്രീനിൽ അവതരിപ്പിച്ച സീമ സിന്ധു കൃഷ്ണൻ, ശബരി ഡിയ, അനാമിക സലി. വ്യസന സമേതത്തിൽ ഒരു ഗ്രൂപ്പുണ്ട്. മരണ വീട്ടിൽ പരസ്പരം വിശേഷങ്ങൾ പറയുന്ന അയൽക്കാരുടെ ഒരു കൂട്ടം. കഷ്ടപ്പെട്ട് വിറക് കീറുന്ന ബംഗാളിക്ക് കഞ്ഞിവെള്ളം കൊണ്ടുകൊടുത്ത ചേച്ചി ഉൾപ്പെടെ. സ്വതന്ത്ര മാധ്യമ പ്രവർത്തകയും ന്യൂസ് റീഡറും അഭിനേതാവുമായ SK മിനി. മിമിക്രി കലാകാരിയും ടെലിവിഷൻ കോമഡി സ്കിറ്റുകളിലൂടെ സുപരിചിതയുമായ സന്ധ്യ നായർ. ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം SK മിനി, സന്ധ്യ നായർ. താങ്ക് യു. അടുത്തത് നമ്മുടെ ശബരി ബാബുവിന്. മലയാള സിനിമയിലേക്ക് പുതിയ എൻട്രിയാണ്. വാഴ 2 ഗംഭീരമായ വേഷം ചെയ്തിട്ടുണ്ട്. ഇത് അനാമിക സലി. 5 സഞ്ചയനം മുതൽ കൂടെയുള്ള ആളാണ്. ഈ സയൻസ് കണ്ട എത്ര ക്ലാസ് പഠിക്കുന്നു? എത്ര ക്ലാസ് ഡിഗ്രി തേർഡ് ഇയറിൽ പഠിക്കുന്ന ആളാണ്. ഇവിടെ എടുത്ത് SK ചേച്ചി. പിന്നെ നമ്മുടെ ശക്തിക്ക് മംഗളം പോലീസ് സ്റ്റേഷനിൽ SIയുടെ നമ്പർ കൊടുത്ത ആളാണ്. കാര്യങ്ങളും സംസാരിക്കുന്നത് നിറഞ്ഞ സന്തോഷത്തോടെയാണ് ഈ വേദി നിൽക്കുന്നത്. നേരത്തെ ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ വളരെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു സിനിമയായിട്ടാണ് അത് പരിണമിച്ചത്, അവസാനിച്ചത്. ആ സിനിമ എല്ലാവരും നിറഞ്ഞ ചിരികളോടെ സ്വീകരിച്ചുവെങ്കിലും അതിൻ്റെ അകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള സറ്റയർ, വിമർശനാത്മകമായ ഹാസ്യം നമ്മളെല്ലാവരും ആസ്വദിച്ചു. ഈ പഞ്ചായത്തിലെ അല്ലെങ്കിൽ ഈ പ്രദേശത്തിൻ്റെ പ്രതിനിധികളായിട്ടാണ് നമ്മൾ അഭിനേതാക്കൾ അതിൽ വന്നത്. അപ്പം നിങ്ങളുടെ മാനറിസംസ്, ഈ പ്രത്യേക പ്രദേശത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ, ഒരു പ്രദേശത്തിൻ്റെ സംസ്കാരം, അത് മുഴുവൻ കഥാപാത്രങ്ങളിലൂടെ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നതിൻ്റെ തെളിവാണ് ഇങ്ങനെ ഇവിടെ ഞങ്ങൾക്ക് നൽകിയ ഈ സ്വീകരണവും സിനിമയുടെ മഹത്തായ വിജയവും. എല്ലാവർക്കും നന്ദി, സ്നേഹം. വ്യസന സമേതത്തിലെ കാലിപ്പൻ ബ്രാൻഡിവേളക്കാരൻ. സ്വാഗതം ചെയ്യാം വ്യസന സമേത ബന്ധുമിത്രാദികളിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച ഗോകുൽ സദാശിവൻ. വ്യസന സമേത
ബന്ധുമിത്രാദികളിലെ ഭർത്താവ് പ്രസന്നന് അടിവാങ്ങിക്കൊടുത്ത അയൽക്കാരി അംബികയെ അതിമനോഹരമായി അവതരിപ്പിച്ച കലാകാരി ശൈലജ ബി അമ്പു. അഭിനേതാവ് നാടൻപാട്ട് കലാകാരി. 30-ലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള അഭിനേത്രി. ബോസ്റ്റൺ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം, യുവ കലാസാഹിതി PK റോസി പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള കലാകാരി. നമ്മുടെ സിനിമ കൊണ്ട് ഒരുപാട് ചിരിച്ചു എന്ന് പറഞ്ഞൊരു പ്രേക്ഷകരെ കൂടി അനുഭവം പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വിളിക്കുകയാണ്. പ്രേംകുമാർ സാറിന്റെ പങ്കാളിയാണ്. ഗുഡ് ഈവനിങ്. വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു സന്തോഷപൂർവമായ മൊമെന്റിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ. അതും ഈ സിനിമയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു. ഒപ്പം ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും. പറഞ്ഞു തുടങ്ങിയാൽ എല്ലാ സീനിനെ കുറിച്ച് നമുക്ക് പറയേണ്ടി വരും. അത്രയ്ക്കും തുടക്കം മുതൽ അവസാനം വരെ ഞങ്ങൾ തിയേറ്ററിൽ നന്നായിട്ട് ചിരിച്ചൊരു മൂവിയാണ്. ഞങ്ങൾ മാത്രമല്ല, ഞാൻ ശ്രദ്ധിച്ചു കൂടെ തിയേറ്ററിലുള്ള എല്ലാ ആൾക്കാരും എല്ലാവരും ഭയങ്കര ചിരിയായിരുന്നു. ആർക്കും ഒരു മടുപ്പും കൂടാതെയുള്ള ചിരിയായിരുന്നു തുടക്കം മുതൽ. ആദ്യം എനിക്ക് സിനിമയെ കുറിച്ച് ഒന്നും അറിയാം, കഥയൊന്നും കേൾക്കാതെയാണ് ഞാൻ പോയത്. തുടക്കത്തിലെ അമ്മൂമ്മയും കുഞ്ഞു മകളുമായിട്ടുള്ള അവരുടെ ഒരു കെമിസ്ട്രി അത് വളരെ മനോഹരമായിരുന്നു. പെട്ടെന്ന് ഈ അമ്മൂമ്മ മരിച്ചു. ഞാൻ വിചാരിച്ചു പാവം ഈ അമ്മൂമ്മയെ കൊന്നുകളഞ്ഞല്ലോ. പിന്നെയാണ് മനസ്സിലായത് ഈ അമ്മൂമ്മ മരിച്ചു കഴിയുമ്പോഴാണ് കഥ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമുക്ക് അവരോട് ചിരിക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആലോചിച്ചു മരണ വീട്ടിൽ എങ്ങനെ ഇത്രയധികം ചിരിക്കാനുള്ളൂ. പക്ഷെ ഓരോ ഇൻസിഡൻസ് കഴിയുന്തോറും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ കാണുന്ന മരണ വീടുകളുടെ പിന്നാമ്പുറത്ത് ഇങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട്. മരണ വീട്ടിൽ ശരിക്കും മരിക്കുന്ന ആ കുടുംബാംഗങ്ങൾക്ക് മാത്രമേ വിഷമമുള്ളൂ. ബാക്കി എല്ലാവർക്കും അവരുടേതായ ഒരു മൂഡിലായിരിക്കും അവർ നിൽക്കുന്നത്. അവരുടെ രഹസ്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടാവും. പല മനുഷ്യൻ കുറച്ച് അപ്പുറത്ത് വെള്ളമടിക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഈ അടുക്കള പുറത്ത് കുറേ ചേച്ചിമാരും ആന്റിമാരൊക്കെ ഉണ്ടാവും. അവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. അങ്ങനെ എല്ലാം ഭയങ്കരമായിട്ട് നമ്മൾ ആസ്വദിച്ച ഒരു സിനിമയായിരുന്നു. ശക്തി പറയാതെ വയ്യ. ഒരപ്പൂപ്പൻ കൊണ്ട് കുറെ വിറകിട്ട് കൂട്ടുകാരെ പറയില്ലേ, നീ വെട്ടിയിട്ട വിറകത്രയും അപ്പൂപ്പൻ എടുത്തോണ്ട് പോയി. ഇങ്ങനെ ഓരോരോ മൊമെന്റ്സ് ഞാനിങ്ങനെ പറഞ്ഞിങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക. അത് നിങ്ങൾക്ക് വരാൻ വളരെ അരോചകമായിട്ട് ഐ എം സോ സോറി. പക്ഷേ ഈ മൂവി അത്രയും പ്രയാട്ടം പറഞ്ഞതുപോലെ അതിൻ്റെ സാംസ്കാരികമായ കാര്യങ്ങളിലോട്ട് ഞാൻ പോകുന്നില്ല. പക്ഷെ ഒരു സാധാരണ വീട്ടമ്മ എന്ന നിലയിൽ, ഒരു വ്യക്തി എന്ന നിലയിൽ ഒരുപാട് ആസ്വദിച്ചൊരു സിനിമയാണ്. ഈച്ച് ആൻഡ് എവറി ക്യാരക്ടർ നമ്മളവരെ മറക്കില്ല. എല്ലാവരെയും നമ്മൾ എന്നും ഓർമ്മയിലുണ്ടാവും. ഈ ഫ്രണ്ടിരിക്കുന്ന പിന്നെ അടുക്കളയിൽ ചേച്ചിമാർ എല്ലാവരെയും. ഇനി ഇതുപോലെയുള്ള സിനിമകൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വളരെ ഒരു സ്ട്രോങ് തിരക്കഥയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അത് അത്രയും നമ്മളെ ചിരിപ്പിക്കണമെങ്കിൽ, ചിന്തിപ്പിക്കണമെങ്കിൽ ഇറ്റ് ഈസ് എക്സലന്റ് മൂവി. താങ്ക്സ്. ഇങ്ങനെ ഒരു വേദിയിൽ അദ്ദേഹത്തിന് സന്തോഷ സമേതം ബന്ധുമിത്രാദികളുടെ സ്നേഹാദരം. ഞാനൊന്ന് പെട്ടെന്ന് വിളിക്കുകയാണ്. ബിസിനസ് സമയത്ത് ബന്ധുമിത്രാദികളില് സുമയൊപ്പം വന്ന് അവിടെ പെട്ടുപോകുന്ന ബംഗാളിയായിട്ട് വിറവ് കീറേണ്ടി വന്ന ജോൺ
അശ്വതി കിഷോർ. ചന്ദ്രി എന്ന് പറഞ്ഞാൽ അശ്വതി എല്ലാവർക്കും അറിയാം. അപ്പൊ അശ്വതി സെലക്ഷൻ സ്വാഗതം ചെയ്യുകയാണ്. അശ്വതിയുടെ ഹസ്ബൻഡായിട്ട് സിനിമയിൽ ഉണ്ടായിരുന്ന ആള് കേൾക്കുന്നില്ല. ഈ സിനിമയുടെ എല്ലാമായിട്ടുള്ള അസീസ് നെടുമങ്ങാട്, ശ്രീ അസീസ് നെടുമങ്ങാടാണ് സത്യത്തിൽ ഈ സിനിമ ഉണ്ടാകാൻ കാരണമായത്. ഒരു ഘട്ടത്തിൽ ഞാൻ അസീസിനോട് ഈ കഥ പറയുകയുണ്ടായി. അദ്ദേഹമാണ് ഇത് വിപിൻ ദാസിന്റെ അടുത്തേക്ക് എത്തിച്ചതും ഗംഭീര കഥയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ സിനിമ സാധ്യമായതും ഇദ്ദേഹം കാരണമാണ്. ഞാൻ ഷോർട്ട് ഫിലിം ചെയ്ത സമയത്ത് അസീസിനെയാണ് അതിനകത്ത് ഒരു പ്രധാന വേഷം ചെയ്യാനായിട്ട് കണ്ടിരുന്നത്. അന്ന് എനിക്ക് അഭിനയിപ്പിക്കാൻ പറ്റിയില്ല. അപ്പൊ ഇവിടെ സിനിമ കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നതെന്നൊക്കെ പറഞ്ഞു. ഉള്ളതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വളരെ സന്തോഷം. അപ്പൊ വളരെ സന്തോഷം സംസാരിക്കാൻ വേണ്ടിയിട്ട്. നമസ്കാരം. എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നെന്ന് വെച്ചാൽ ഞാനിവിടെ പാരിപ്പള്ളി CHMM എന്ന് പറഞ്ഞൊരു കോളേജിലാണ് പഠിച്ചത്. ഞാനവിടെ പഠിക്കുന്ന സമയത്ത് പ്രേംകുമാറായിട്ട് ഇവിടെ ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഒരു ആർട്സ് ഡേക്ക്. ചിലപ്പോൾ ചേട്ടന് ഓർമ്മ കാണാൻ വഴിയില്ല. അപ്പോൾ അന്ന് ഞാനിവിടെ ഇതുപോലെ ഇരുന്ന് സ്റ്റേജിലിരുന്ന് കൈയടിച്ചതാണ്. അപ്പോൾ പ്രേംകുമാറായിട്ടിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനൊരു മൊമെന്റ് വാങ്ങാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ വിപിൻ ചേട്ടൻ, സൈ ചേട്ടൻ, നിങ്ങൾ ഭയങ്കര ഭാഗ്യം ചെയ്തവരാണല്ലോ. കാര്യം ഇത്രയും സപ്പോർട്ടുള്ളൊരു നാട്ടുകാരെന്ന് പറഞ്ഞാൽ അത് ഇതിൽ നിങ്ങൾ 2 ബസ് പിടിച്ച് ഡ്രീംസ് തിയേറ്ററിൽ വന്നത് തന്നെ ഞാൻ കണ്ട് ഞെട്ടിപ്പോയ സംഭവമാണ്. അത് തന്നെ വലിയൊരു കാര്യമായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഇങ്ങനെ ഒരു സ്വീകരണം ഒരു നാട്ടുകാരെ മൊത്തവും കൊടുക്കണം. അത് പിന്നെ ഞാനൊരു ഭാഗ്യമായിട്ട് മാത്രം കുറച്ച് വേണം കാണുന്നില്ല. അത് വിപിൻ ചേട്ടൻ്റെയും സൈ ചേട്ടൻ്റെയൊക്കെ ക്യാരക്ടറാണ്. അവർ ആൾക്കാർക്ക് ഇടപെടുന്നത് കൊണ്ടാണ് ആൾക്കാർക്ക് ഇത്രയും സ്നേഹമുള്ള സപ്പോർട്ട് കൊടുക്കുന്നത്. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ ഇവിടെ ഇപ്പോൾ സ്റ്റേജ് ഇരുന്നപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ പ്രസംഗം വന്നത് പ്രേംകുമാറിന്റെ വൈഫിന്റെ പ്രസംഗം കേട്ടോ. ഭയങ്കര സന്തോഷമായി. കാര്യം ആത്മാർത്ഥമായിട്ട് ഈ സിനിമ ഇഷ്ടപ്പെട്ട് പറയുമ്പോൾ പോലും ചിരി അടക്കി പിടിച്ച് പറയുന്നത് ഭയങ്കര സന്തോഷം തോന്നി. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഞാൻ പറഞ്ഞ് വെറുതെ നീട്ടുന്നില്ല. താങ്ക് യു സോ മച്ച്. അടുത്തത് അശ്വതി കിഷോർ. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം ഈ വേദിയിൽ ഇങ്ങനെ ഈ ഒരു മൊമെന്റൊക്കെ കൈപിടിച്ച് നിൽക്കുമ്പോൾ. കാരണം ഒത്തിരി വർഷത്തെ ഹാർഡ് വർക്കിന് ശേഷമാണ് ഇങ്ങനൊരു അച്ചീവ്മെന്റ് കിട്ടുന്നത്. അതിന് ഒരുപാട് സന്തോഷം. പിന്നെ ജാസി പറഞ്ഞ പോലെ നാട്ടുകാരുടെ ആ ഒരു സപ്പോർട്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഈ സിനിമയിൽ എനിക്ക് ഭാഗമാകാൻ പറ്റിയത് ഞാൻ ഈ വേദിയിൽ പറയണം. കാരണം നമ്മുടെ ഗിരിജമമ്മിയായിട്ട് വേഷം ചെയ്ത റീന ചേച്ചിയാണ് എന്നെ ഈ ഒരു കഥാപാത്രത്തിലേക്ക് വിപിൻ ചേട്ടനെ സജസ്റ്റ് ചെയ്യുന്നത്. അന്ന് റീന ചേച്ചി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ വേദിയിൽ നിൽക്കുന്നത്. അപ്പൊ എന്നെ അത് സെലക്ട് ചെയ്യുകയും ഈ സിനിമയുടെ ഒരു വലിയൊരു ഭാഗമാക്കിയതിനും വിപിൻ ചേട്ടനോടും നമ്മുടെ പ്രൊഡ്യൂസർ വിപിൻ ദാസ് സാറിനോടും ഒക്കെയുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. മാത്രമല്ല എൻ്റെ ഈ കഥാപാത്രം എനിക്ക് ഏറ്റവും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യാൻ സാധിച്ചതിന് നമ്മുടെ എല്ലാ ക്രൂ മെമ്പേഴ്സിനും എല്ലാവരും, പ്രൊഡക്ഷൻ ടീമാണെങ്കിലും നമ്മുടെ ഡയറക്ഷൻ ടീമാണെങ്കിലും ക്യാമറ എല്ലാവരോടും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ കുറച്ചു പേരെങ്കിലും എൻ്റെ ഒരു ചന്ദ്രയുടെ ഒരു സ്ലാങ്ങൊക്കെ കേൾക്കണമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും. തള്ള എന്തൊരു പൊളപ്പ് എന്ന പരിപാടിയൊക്കെ അടിപൊളി ഇവിടെ. താങ്ക് യു സോ മച്ച്. ജോമോ സംസാരിക്കാൻ വലിയ മടിയാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള പെരുമുഴി സ്വദേശിയാണ് ജോമോ. ഇപ്പോൾ ഗംഭീര സിനിമകളൊക്കെ ചെയ്ത് കയറി വരെയാണ് ജോമോ. 2 വാക്ക്. ഞാൻ ഇതിന്റെ ഷോർട്ട് ഫിലിം തൊട്ട് വിപിൻ ചേട്ടനോട് ഉണ്ടായിരുന്നു. പിന്നെ അത് വിപിൻ ദാസ് ചേട്ടനും കൂടെ വന്നപ്പോൾ സിനിമയായി. ഇനിയിപ്പം OTT റിലീസാവുന്ന വീട്ടിൽ വന്ന് TV കാണുന്ന ആ ഒരു ഇതിലോട്ടൊക്കെ എത്തും. എന്തായാലും വലിയൊരു കാര്യമാണ് നമ്മൾ ഇതിന്റെ ഭാഗമാകാൻ ഒരുപാട് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും. നമസ്കാരം. എനിക്ക് വലിയ അസുഖമല്ല, പനിയാണ്.
പറ്റില്ല. അങ്ങനെ ഞാൻ ഒരുപാട് സംസാരിച്ചു. അവനോട് പറഞ്ഞു എന്താ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല, ഇത് നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിട്ട്. ഞാൻ പറഞ്ഞു എന്തുകൊണ്ട്? ഇല്ലേക്കാ ഇക്ക വേറെ നോക്കിക്കോ, ഇത് നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ശരിക്കാന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നതിന് മുമ്പ് അസീസ് കാപ്പിനെ ഏതെങ്കിലും പ്രൊഡ്യൂസറെ കിട്ടുമോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ തിരിഞ്ഞു നോക്കിയില്ല, നേരെ ഫസ്റ്റ് വിളിച്ചത് വിപിൻദാസിന്റെ അടുത്തായിരുന്നു. ഇവന് ഇങ്ങനെ ഒരു കഥയുണ്ട്, നീ ഒന്ന് കേട്ട് നോക്കണം. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിനക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, ഒന്ന് കേൾക്കാം. അജിയോട് പറയാൻ പറഞ്ഞു. നമ്മുടെ പേന്റടിക്കാരൻ അജി അത് കേട്ടു. അജിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ അല്ല ഇതുണ്ടായത്, ഇതൊരു നല്ല സിനിമ ആയതുകൊണ്ട്, നല്ലൊരു തിരക്കഥ ആയതുകൊണ്ട്, അവന്റെ മനസ്സിനുള്ളിൽ നല്ലൊരു സിനിമ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇതൊരു സിനിമയായി മാറിയത്. പക്ഷെ അതിനൊരു നിമിത്തമായി എന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മാത്രമല്ല, 5 സഞ്ചാരം എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം ഞാൻ കണ്ടിട്ട് ഫസ്റ്റ് ഞാൻ സജി സവാനെ വിളിച്ചിട്ട് വളരെ ഗംഭീര സംഭവം എന്ന് പറഞ്ഞപ്പോൾ സജി എന്നോട് പറഞ്ഞു, ഇനി ഞാൻ സത്യം പറഞ്ഞാൽ നിജട്ടരുത്. ഞാൻ പറഞ്ഞില്ല, എന്താണ് സജി ചെയ്ത ക്യാരക്ടർ ചെയ്യേണ്ടത് ഞാനായിരുന്നു, എന്റെ ഇത് വിപിൻ വിളിച്ചു വന്നു. ഞാൻ പറഞ്ഞു വിപിൻ എന്നെ വിളിച്ചു ഇതിനു വേണ്ടി വിളിച്ചായിരിക്കാം, ഞാൻ എന്തെങ്കിലും ജാട പറഞ്ഞു ഷോർട്ട് ഫിലിമായിട്ട് കളഞ്ഞായിരിക്കാം. പക്ഷെ ഗംഭീര 5 സഞ്ചാരം പറഞ്ഞ ഗംഭീര സംഭവം. പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് അവൻ വീണ്ടും സിനിമ ചെയ്തപ്പോൾ അതിന്റെ ഒരു ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് പറ്റിയത് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇതിന്റെ ഷൂട്ട് നടക്കുന്ന സമയം വിപിൻ എപ്പോഴും പറയും, ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ എനിക്ക് നാട്ടിൽ ഇറങ്ങാൻ പറ്റത്തില്ല. കാരണം എന്റെ നാട്ടിലെ ഓരോ ആൾക്കാരുടെ പേരും സ്വഭാവവും ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇപ്പൊ മനസ്സിലാക്കുന്നു, അതെല്ലാം മനസ്സിലാക്കി ആ ഒരു കലാകാരനെ ഇരുകൈ നീട്ടി സ്വീകരിച്ച നിങ്ങളെ ഈ നാട്ടിലെ എല്ലാവർക്കും ഒരുപാട് സന്തോഷം. കാരണം ഒരു സിനിമയുടെ ഫങ്ഷൻസ്, സാധാരണ സിനിമ സക്സസ് സെലിബ്രേഷൻ ഞങ്ങൾ പങ്കെടുക്കുന്നതാണ്. പക്ഷേ ഒരു സിനിമ ഇപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയുടെ ഒരു വിജയാഘോഷം ഈ നാട്ടിൽ നിങ്ങൾ ആ കലാകാരന് വേണ്ടി കാണിച്ചതിൽ നീ നാട്ടുകാരോട്, ഈ തോന്നയ്ക്കൽ പഞ്ചായത്തിൽ ഒരുപാട് കലാകാരന്മാർ ഉണ്ടായതിന്റെ കാരണം ഇത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നു. ഒരുപാട് സന്തോഷം നല്ലവരായ നാട്ടുകാർക്കും. ഇനിയും ഇതുപോലെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരുപാട് കലാകാരന്മാർ ലോകമെമ്പാടും തോന്നയ്ക്കലിനെ അറിയിക്കപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇനിയും അടുത്തുള്ള എന്തെങ്കിലും വർക്കുകളിൽ കൂട്ടണേ. താങ്ക് യു. പിന്നെ വേറെ ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ്, ഞാൻ മുരളി എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഏറ്റവും സെറ്റ്, എന്റെ മാനറിസം പോലും എന്റെ ഞാൻ ചെയ്യുന്ന ഓരോ സാധനവും എനിക്ക് പറഞ്ഞു തന്ന് എന്നെ പഠിപ്പിച്ചത് സജി സഭാനയാണ്. എന്റെ ആ ക്യാരക്ടർ ഇത്രത്തോളം ആക്കാൻ എന്നെ കൂട്ടുന്നത്. കാരണം അവൻ എന്നോട് വന്ന് പറയുമ്പോൾ അത് ഞാൻ കേട്ട് ഞാൻ സജിയോട് പറഞ്ഞു, സജി ഞാൻ എന്നെ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു, നിങ്ങളത് പൂർണ്ണമായിട്ടും സ്വീകരിക്കുക, എന്നെ മുരളിയാക്കുക എന്ന് പറഞ്ഞു. ഒരുപാട് നന്ദിയുണ്ട് സജി. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. സമേതം ബന്ധുമിത്രാദികൾ എന്ന ചലച്ചിത്രത്തിന്റെ ഒരു ആഘോഷ ചടങ്ങ് അതിൽ പങ്കെടുക്കുക എന്നത് എനിക്ക് സന്തോഷമുണ്ടാകുന്ന കാര്യമാണ്. കാരണം ഈ ചലച്ചിത്രം ആദ്യത്തെ ദിവസം തന്നെ കാണുകയും കണ്ടവർക്ക് അസീസ് നെടുമങ്ങാട് എന്ന നടനെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. ഞാൻ ആദ്യം ചോദിച്ചത് അസീസിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. കുറെ നാളുകൾക്ക് മുമ്പ് ഞാൻ ഇതുപോലൊരു ചലച്ചിത്രം, ഇതുപോലെ ഷോർട്ട് ഫിലിം യൂട്യൂബിൽ കാണേണ്ടത് ആ സിനിമയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു. അതുപോലെ ആ സിനിമയുടെ ഒരു എക്സ്റ്റൻഷൻ സ്വഭാവത്തിലേക്ക് ഒരു വലിയ ചലച്ചിത്രമാക്കി മാറ്റാനുള്ള ശ്രമമാണ് അവർ നടത്തിയത്. അതുകൊണ്ട് പിന്നെ ഞാൻ വീണ്ടും വിളിക്കുകയും ഈ ചലച്ചിത്രത്തിൽ കണ്ട ഒരുപാട് ആർട്ടിസ്റ്റുകളെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. എനിക്ക് പറ്റുന്നതാണ് ഒരുപാട് പേർ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അവരെല്ലാം അതിമനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കാരണം സ്വാഭാവികമായിട്ട് നമ്മളൊരു ചലച്ചിത്രം തികച്ചും ഗ്രാമീണമായി അനലൈസ് ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ അതുണ്ടാകുന്ന വലിയ ഇമ്പാക്ട് അത് ഈ ചലച്ചിത്രം നമുക്ക് തരുന്നുണ്ട്. തീർച്ചയായും ഇതിലും കൂടുതൽ ഞാൻ അങ്ങനെ ഒരു ടെക്നീഷ്യൻസൊന്നോ ആർട്ടിസ്റ്റുകളൊന്നോ എന്നല്ല ഞാൻ പറഞ്ഞത്. ഇതിന് കൂടുതൽ ചേർന്ന് ഈ ചലച്ചിത്രം ഏറ്റവും ഗംഭീരമായ രീതിയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിന്റെ നിർമ്മാതാവ് വിപിൻ ദാസ്, അദ്ദേഹം ഈ
അത് തോന്നുമെങ്കിൽ എനിക്ക് ഞാൻ ഇവിടെ വന്നിട്ട് നാട്ടിൽ പ്രോജക്റ്റുകൾ ഷൂട്ട് ചെയ്യുന്ന സിനിമയാണ്. പക്ഷെ വെഞ്ഞാലിന് വേണ്ടി സിനിമ ചെയ്തത് ഇവിടെ വന്നപ്പോഴാണ്. പക്ഷെ വെഞ്ഞാലൂരിൻ്റെ ഒരു ഗ്രാമീണ അന്തരീക്ഷം എത്ര മനോഹരമായിട്ടാണ് ഇതിനകത്ത് ചെയ്തത്. ഓരോ ക്യാരക്ടേഴ്സും ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്ത് പോയിട്ടില്ല. എല്ലാത്തിനും ഒരു ഫോൺ നമ്പർ കൊടുക്കുന്നൊരു ചേച്ചിയുണ്ട്. ഈ ആ സ്ഥലത്ത് ആ പറമ്പ് മുഴുവൻ കിളച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ. ഇങ്ങനെ ഓരോ ചെറിയ വേഷങ്ങൾ ചെയ്ത് പോയ ആളുകൾ പോലും വളരെ ഗംഭീരമായിട്ടുണ്ട്. കാരണം ഒരു മദ്യപാന ഗ്രൂപ്പ് നടക്കുന്ന ആ സ്ഥലത്തുള്ള ക്യാരക്ടേഴ്സ് പോലും അക്ഷരാർത്ഥത്തിൽ തനി നാട്ടിലുള്ളത് നമ്മൾ കണ്ടിട്ടുള്ള നമുക്കറിയാവുന്ന എൻ്റെ ജീവിതവുമായി ഞാൻ പാലക്കാട് കോഴിക്കോട് എന്തായാലും ഗ്രാമീണമായ അന്തരീക്ഷത്തിൽ ഞാൻ ജീവിച്ചിട്ടുള്ളതാണ്. അപ്പം എനിക്കറിയാവുന്ന 70കളിലും 80കളിലും ഒക്കെ കഥാപാത്രങ്ങളെ ഞാൻ നേരിട്ട് കണ്ടതിലൊരു സന്തോഷം ഈ ചലച്ചിത്രത്തിലുണ്ട്. തീർച്ചയായും വിപിൻ ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്യണം. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ കലാകാരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. അത് ചിത്രങ്ങളൊക്കെ തുടർച്ചയായിട്ട് ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. കാരണം ആ സാധ്യതകൾ 5 മിനിറ്റ് സഞ്ചയത്തിന്റെ ഒരു സിനിമ ഉണ്ടാക്കുകയും ഇതിനകത്ത് നിന്ന് വേറെ തരത്തിലേക്ക് സിനിമ ഉണ്ടാക്കാനുള്ള ഇവർക്ക് കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ അർത്ഥവത്തായിട്ട് നടത്തുവാൻ കഴിയട്ടെ എന്ന് ഏറെ സന്തോഷത്തോടുകൂടി പ്രാർത്ഥിക്കുന്നു. ഞാൻ വേറൊരു കാര്യം കൂടെ ഒരു കാര്യങ്ങളുണ്ട്. ഞാൻ ഇപ്പോൾ സാംസ്കാരിക ക്ഷേമത്തിൽ കൂടുതൽ ചേർക്കാൻ കൂടിയാണ്. അപ്പം നമ്മുടെ ഈ കലാകാരന്മാർ അവർ മുഴുവൻ സാംസ്കാരിക ക്ഷേമത്തിൽ അംഗങ്ങളായി മാറണം എന്ന് പറയാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കും. കാരണം വേറൊന്നുമില്ല. കാരണം ഈ ക്ഷേമത്തിൽ ചേർന്നത് കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ഇതിനകത്ത് കലാകാരന്മാർക്കുണ്ടാകുന്ന ബെനിഫിറ്റ്സിനെ കുറിച്ച് തീർച്ചയായിട്ടും ഒരു വലിയ സാധ്യതകളുണ്ട്. അത് മറക്കാതെ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഓൺലൈനിൽ ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. നിങ്ങൾ അതുകൂടി ഇതിന്റെ ഭാഗമായിട്ട് ചെയ്യണം. ആ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭാവിയിൽ ഒരു ഗുണം ഉണ്ടാകും എന്നുള്ള ഒരു കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. വേറൊരു കാര്യങ്ങളുള്ളത് ഓഗസ്റ്റ് 2, 3 തീയതികളിൽ മലയാള സിനിമയുടെ ഒരു കോൺക്ലേവ് നടക്കുകയാണ്. ആ കോൺക്ലേവ് തീർച്ചയായും മലയാള സിനിമയിൽ ഒരു പുതിയ നയം ഉണ്ടാക്കുന്നതിന് സിനിമയിലെ പ്രവർത്തകർ ഒത്തുവെച്ചുകൊണ്ട് കേരളത്തിനകത്ത് കേരളത്തിന് പുറത്തെയും ഇന്ത്യക്ക് പുറത്തുമുള്ള ആളുകളെ എല്ലാം വിളിച്ച് കൃത്യമായിട്ടൊരു പോളിസി മേക്കിങ്ങിന്റെ ഭാഗമായിട്ട് പോകുന്ന ഒരു വലിയ കർമ്മം ഈ ഓഗസ്റ്റ് 2, 3 തീയതികളിൽ നടക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് ശങ്കരനാരായണ നമ്പി ഹാളിൽ. ആ ചടങ്ങിലും നിങ്ങളെല്ലാം 2 ദിവസം പങ്കെടുക്കണം എന്നുകൂടി പറയാൻ ഞാൻ ഈ വേദി ഉപയോഗിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാം എൻ്റെ ഭാവനയോട് വിളിക്കാൻ വന്ന ആളാണ്. അതുകൊണ്ട് എഡ്വേർഡിക്ക് അടുത്തൊന്ന് കരയേണ്ടി വന്നു. അത് കേൾക്കലായിരുന്നു. ഞാൻ ആ ജീവകവി ഒന്ന് മുകളിലേക്ക് കയറി വരണം. രണ്ടുപേരും നമ്മൾ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്നത്. കാരണം എനിക്ക് ഏറ്റവും സന്തോഷം തന്ന ആദ്യത്തെ സിനിമ മുതൽ ജീവകവി ചെയ്തിട്ടുള്ള ചലച്ചിത്രങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഏറ്റവും ലേറ്റസ്റ്റ് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ എന്തെങ്കിലും ഒരു പുതിയ കാര്യം നമുക്ക് പറയാനുണ്ട് എന്നുള്ളതാണ്. കാതൽ അസാമാന്യ സിനിമയാണ്. ഞാനത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ആദ്യത്തെ അതിൻ്റെ സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്ന ദിവസം ആ വേദിയിൽ ഉണ്ടായിരുന്നതാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എല്ലാ അർത്ഥത്തിലും ചെയ്യുന്ന എല്ലാ സിനിമകൾക്കും നിറഞ്ഞ അംഗീകാരം കേരളത്തിലെ പ്രേക്ഷകർ, ഇന്ത്യയിലെ പ്രേക്ഷകരൊക്കെ നൽകുന്നുണ്ട് എന്നുള്ളത് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഞങ്ങൾ ചെയ്ത ഷോർട്ട് ഫിലിമുകളും ഒക്കെ തന്നെ നമുക്കൊരു വലിയ എന്താ പറയുക, സിനിമ ചെയ്യുന്നത് മാത്രമല്ല, സിനിമ നിലനിൽക്കുന്നു നാട്ടുകാരോട് പറയുന്നു എന്നതിന് ഏറ്റവും വലിയ കാര്യം. അത് തീർച്ചയായിട്ടും ഉണ്ടാവും. ഇനിയും അത്തരം ചലച്ചിത്രങ്ങൾ ചെയ്യാൻ മതിയെന്നല്ല. കാരണം അത് ചെയ്യുന്നതിന്റെ ഗുണമാണത് എന്നുള്ളത്, അത് പറയാതെ പറ്റില്ല എന്നുള്ളത്. കാരണം അതിന് നമുക്കൊരു വേദി കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അത് അംഗീകരിക്കേണ്ടി വന്ന അംഗീകാരം അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് സ്മരണവേണ്ടി വന്ന് കേൾപ്പിച്ച ആളാണ്. അടുത്തത് മുരളി മാഷായിട്ട് നമ്മുടെ ഒപ്പുമുള്ളവരെ ശ്രീധരൻ. അദ്ദേഹം ഷോർട്ട് ഫിലിം സമയങ്ങളിൽ എൻ്റെ കൂടെയുള്ള ആളാണ്. ഗംഭീരമല്ലേ? അപേക്ഷ ഉള്ളതായിരുന്നല്ലോ. എല്ലാവർക്കും നന്ദി. എനിക്ക് ഇങ്ങനൊരു ഭാഗ്യം കിട്ടിയതിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുകയാണ്. ഇത് എൻ്റെ കഴിവല്ല, ഇത്
मैं विषय नगरवाल ശരത്ത് വാഴ സിനിമയുടെ വാഴ 2ന്റെ ഷൂട്ടിൽ എറണാകുളത്തായിരുന്നു, ഓടി വന്നതാണ്. ശരത്തിലേക്ക് അറിയാമായിരിക്കും, ടാലന്റ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാ റീലിൽ ഗംഭീരമായിട്ട് ഇൻസ്റ്റാ ചെയ്തതാണ് ശരത്ത്. നമ്മുടെ ചെറുപ്പുഴി സ്വദേശി കൂടെയാണ് കേട്ടോ, നമ്മുടെ അയൽവക്കക്കാരനാണ്. അദ്ദേഹം പാടിയ സിനിമകൾ ഏതാണ്, പാട്ടുകൾ ഏതാണെന്ന് അദ്ദേഹം തന്നെ പറയും. തീർച്ചയായിട്ടും 2 പാട്ട് പാടാം, 2 പാട്ട് പാടിയേ പറ്റൂ. നമസ്കാരം. ആദ്യം തന്നെ ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വരാൻ സാധിച്ചതിലും, നിങ്ങളെ ഓരോ ബന്ധുമിത്രാദികളെ കാണാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും വലിയൊരു ഫംഗ്ഷനോട് ഒട്ടും കയറിയിട്ടില്ല, അതിന് താങ്ക് യു ചേട്ടാ. ആദ്യം തന്നെ ഇത്രയും ഒട്ടും പ്രതീക്ഷിച്ചില്ല. സോ താങ്ക് യു. പരിചയപ്പെടുത്താമെന്ന്, എൻ്റെ പേര് അദീഫ് എന്നാണ്. ഞാൻ ഇതിൽ സാമ്പ്രാണി പെൺതിരി എന്ന് പറയുന്ന പാട്ട് ഞാനാണ് പാടിയത്. അപ്പോൾ താങ്ക് യു.